പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഈ വേദിയിൽ ഇന്ന് പള്ളുരുത്തി എന്നൊരു ഇറക്കുമതിയാ. സാജൻ പള്ളുരുത്തി ആൻഡ് പ്രദീപ് പള്ളുരുത്തി. വേറെ പറഞ്ഞാൽ പള്ളുരുത്തി വേഴ്സസ് പള്ളുരുത്തി. 2 പള്ളുരുത്തിമാരുടെ ഇന്ന് ഇവിടെ പൊളിക്കും. വെൽക്കം പ്രദീപ് പള്ളുരുത്തി ആൻഡ് സാജൻ പള്ളുരുത്തി. ഹായ് പ്രദീപ് പള്ളുരുത്തി. ഹായ് സാജൻ പള്ളുരുത്തി. അതെ അതെ അതെ, രണ്ടുപേർക്ക് സുഖമാണല്ലോ ഓണക്കാലത്ത്? ഓക്കെ, അപ്പൊ അവിടെ നിൽക്കാം. നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, നമുക്കിന്ന് കുറച്ച് പൊളിക്കാനുണ്ട്. ഓക്കെ, റെഡി. നമ്മുടെ ഇത് ഓണക്കാലമാണല്ലോ. നമുക്ക് ഓണക്കാലത്ത് നിങ്ങൾ ഒരുപാട് രണ്ടുപേരും പാരഡി പാട്ടുകൾ പാടിയിട്ടുണ്ട്. പ്രദീപ് എത്ര? 4500 ഉണ്ട്. ഇതെല്ലാം എഴുതിയതും പള്ളുരുത്തി തന്നെയാണോ? അല്ലല്ല, ട്രൂപ്പായിട്ട്. അപ്പൊ സാജനോ? ഞങ്ങള് മാത്രമായിട്ട് ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. അത് കുറെ അധികം കാലം പുട്ടുകച്ചവടം ചെയ്ത കാസറ്റ് അല്ലേ? ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. ഓണത്തിനിടെ പുട്ടുകച്ചവടം. അതെ, ഞാനും പ്രദീപേട്ടനും കലാഭവൻ ജോഷിയും അൻസാറും രഘു കളമശ്ശേരി. ഞങ്ങള് ഞങ്ങള് 2 വയസ്സിന്റെ വ്യത്യാസം. അത് വെച്ചിട്ട് അങ്ങ് അലക്കുക അല്ലേ? ഞാനിങ്ങനെ വിചാരിച്ചു നിങ്ങൾ ക്ലാസ്മേറ്റ്സും വല്ലതും ആയിരിക്കും. ഇല്ലില്ല, ഞങ്ങള് നാട്ടുകാരി തൊട്ടടുത്താണ് താമസം, ഒരേ സ്കൂളിൽ പഠിച്ചവർ. ക്ലാസ്മേറ്റ്സ് ആണോ? അങ്ങനെ ഇല്ലല്ലേ? നന്നായി. ഇങ്ങനെയുള്ള രണ്ടുപേരെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മള് ഈ ഓണത്തിനിടെ പുട്ടുകച്ചവടം ആ കാസറ്റുമായിട്ട് എനിക്കും ഏഷ്യാനെറ്റ് കാലത്ത് ഇല്ലറ ബന്ധങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് നമ്മുടെ ദിലീപ് നാദിർഷ കൂട്ടുകെട്ടിന്റെ കാസറ്റ് കത്തി നിൽക്കുമ്പോ അല്ലേ? അതെ അതെ അതെ, കൊമ്പത്ത് അവരായിരുന്നു സൂപ്പർ. അവരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് നമ്മുടെ സൈമൺ. പിന്നെ അതല്ല, ആ സൈഡിൽ എല്ലാവരും ഭയങ്കര സ്റ്റാർസ് ആയിരുന്നു. എന്നിട്ട് പോലും സൈമണിന്റെ കാസറ്റും നന്നായിട്ട് പോയിരുന്നു അല്ലേ? അല്ലെ, ഞങ്ങള് കുറച്ചുപേരും മാത്രം സിനിമയിൽ അങ്ങനെ മുഖം കാണിച്ചിട്ടില്ല, സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഞങ്ങള് മിമിക്രി മാത്രം സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ടൈം. അതിനാ സമയത്താണ് ദേമാവേലി കുമ്പത്തിന്റെ ഒരു ടീം അംഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അവരാണ് ഓണത്തിനടക്ക് പുട്ടുകച്ചവടം തുടങ്ങി വെച്ചത്. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഓണപ്പാട്ടോടെ ഒരു പാരഡിയോടെ തുടങ്ങിയാലോ? മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ സംഗീതം ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്നൊന്ന് പൊളിക്കണം. ഓക്കെ. ഓണത്തിനെത്തണ മാവേലി മന്ന കേരള നാടിൻ കഥയൊന്നു കേൾക്കൂ. പണ്ടു മഹാബലി വാണ നാടിന്ന് കണ്ടു മഹാമോശമായി കിടക്കൂ. ഓണത്തിനെത്തണ മാവേലി മന്ന കേരള നാടിന്റെ കഥയൊന്നു കേൾക്കൂ. പണ്ടു മഹാബലി വാണ നാടിന്ന് കണ്ടു മഹാമോശമായി കിടക്കൂ. പീഡനമായി വാണിഭമായി കൊന്നുകൊലവിളിയായി മാറി മാറി പലരും ഭരിച്ചിട്ട് നാടു മൊത്തം കുളമായി. പീഡനമായി വാണിഭമായി കൊന്നുകൊലവിളിയായി മാറി മാറി പലരും ഭരിച്ചിട്ടും നാടു മൊത്തം കുളമായി. പണ്ട് നാട് ഭരിച്ചൊരു മന്നനല്ലേ, വീണ്ടും വന്നു നാട് ഭരിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കില്ലേ. പണ്ട് നാട് ഭരിച്ചൊരു മന്നനല്ലേ, വീണ്ടും വന്നി നാട് ഭരിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കില്ലേ. ഓക്കെ, താങ്ക് യു. മൈക്കിങ്ങോട്ട് വെച്ചോളൂ. ഇത് അന്നൊക്കെ കുറച്ച് ചൂടപ്പം പോലെ പോയി കാണും. പക്ഷെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴും പ്രസക്തമാണ്, വളരെ പ്രസക്തമായ കാര്യങ്ങൾ. 100 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ മോശമാകത്തേ ഉള്ളൂ കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ കേരളത്തിന്റെ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും, ഭാരതത്തിൽ നടക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, അഴിമതി, അനീതി, അക്രമം എന്ന് വേണ്ട പാതകങ്ങൾ, കൊലപാതകങ്ങൾ, PSC മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നാട്ടിലെ വിഷയങ്ങളെല്ലാം കൂടി ഞങ്ങൾ എഴുതി മെഴുകി വെച്ചതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് മാവേലിയെ കൊണ്ട് പറയിപ്പിക്കലും മാവേലി കേൾക്കുന്ന പരാതിയുമാണ് ആ 1 വർഷത്തെ 1.5 മാസം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് അന്നേ ഈ കാസറ്റുകൾ ഒരുപാട് പോകുന്ന കാലമായിരുന്നു. ആൾക്കാർ കേൾക്കാൻ വേണ്ടിയായിരുന്നോ പാടി പഠിക്കാൻ വേണ്ടിയായിരുന്നു ഇത് കൂടുതലും വാങ്ങിച്ചിരുന്ന? കേട്ട് രസിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. പലരും പക്ഷെ പാടി പഠിച്ചവരും ഒക്കെ ഉണ്ട് കേട്ടോ സാറേ. കാരണം എന്നെ പലരും ഇപ്പോഴും വിളിക്കാറുണ്ട്. പലരും ചേട്ടൻ പണ്ട് പാടിയിട്ടുള്ള പാരഡികളൊക്കെ ഞങ്ങളുടെ ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഈ കാസറ്റില്ലേ ഇന്ന് വരെയും വേണ്ട 20 ഓളിയം, ഞാൻ 23 ഓളിയം വരെയും ആദ്യത്തെ ഒരു 5 എണ്ണം ഒഴിച്ചാൽ അതുവരെയും പ്രദീപേട്ടനൊക്കെ ആയിരുന്നു. 3 എണ്ണം ദിലീപ്, അതായത് 1, 2, 3 മറ്റേ ദിലീപ് ടീം, നാദിർഷ ടീമായിരുന്നു. അതിനുശേഷം 4-മത്തെ മുതൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. ഞാൻ ജോയിൻ ചെയ്തിട്ട് 6-മത്തെ തൊട്ട് സാജനും കൂടി അതിനകത്ത് ജോയിൻ ചെയ്യുന്നു. പിന്നെ അവിടുന്ന് ഏതാണ്ട് 15-ാം ഭാഗം വരെ 15-ാം ഭാഗം ആയപ്പോഴേക്കും ഞാൻ രാജമാണിക്യം പാടിക്കഴിഞ്ഞു. അപ്പൊ രാജമാണിക്യം പാടിക്കഴിഞ്ഞപ്പോ അലക്സ് ചേട്ടൻ പറഞ്ഞു, താനിനി പാരഡി ആയിട്ട് നടക്കാൻ പാടില്ല,
അപ്പൊ അതുകൊണ്ട് പാരഡിയോട് ഇഷ്ടമുണ്ടായിരുന്നു. കാരണം പാരഡി എനിക്ക് ഒരുപാട് ഗുണമുണ്ടാക്കി അത് എനിക്ക് തോന്നുന്നു അന്ന് പ്രദീപിനെ ഏറ്റവും ആള് ശ്രദ്ധിച്ചതും ഈ പാരഡി വഴിയായിരുന്നു. അതെ അതെ ഒരുപക്ഷെ ഈ പടത്തിൽ എത്തിയതും പാരഡിയുടെ ശക്തിയാണ് അല്ലേ? ഉറപ്പായിട്ടും സാറേ, ഉറപ്പായിട്ടും. അത് പാരഡി പാടിയന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഈ എനിക്ക് രാജമാണിക്യത്തിൽ എങ്ങനെ ചെന്നുപെട്ടു? പാട്ടേതായിരുന്നു? പാണ്ടിമേളം പാട്ടും കൂത്തുവന്ന പാട്ട്. സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ അതെ. രാജമാണിക്യത്തിൽ ചെന്ന് പെടുന്നത്, രാജമാണിക്യത്തിന് മുമ്പ് അലക്സ് ചേട്ടൻ ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞിട്ട് പടം ചെയ്യുമ്പോ അതിനകത്ത് മിമിക്ക് ചെയ്ത് പാടുന്ന ഒരാളെ ട്രാക്ക് പാടാൻ വേണമായിരുന്നു. അങ്ങനെ ആണ് അത് എന്റെ അടുത്തേക്ക് വരുന്നത്. കാരണം ഗിഫ്റ്റി എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ ഇപ്പൊ ഇല്ല, ആ ചേട്ടനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ 2 ലൈൻ പ്രദീപ് പാടിയിട്ട് അതിന്റെ കഥ പറയുന്നത് കുറച്ച് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പാണ്ടിമേളമൊക്കെ ആൾക്കാർക്ക് ഒരു അല്ലേ ഒരു പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ഹേ പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അടിപൊളി ശിങ്കമാണട അയ്യാസാമി, അടിപൊളി ശിങ്കമാണട അയ്യാസാമി. കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം അക്കം പക്കം. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അപ്പോ നന്നായി. എന്തായാലും അത് എത്ര വർഷമായി ഈ പാട്ട് ഇറങ്ങിയിട്ട്? 2003 ഫസ്റ്റ് പാട്ട് പാടുന്നത്, 2004. കുറെ കാലമായല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതിലേക്ക് എത്തിയ ഒരു രാജമാണിക്യത്തിലെത്തിയ കഥ എന്തായിരുന്നു? രാജമാണിക്യത്തിലേക്ക് എത്തിയ കഥ എന്ന് പറഞ്ഞത്, അതിനു മുമ്പ് ഒരു സിനിമ, അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയില്, ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയില് രഞ്ജിത്ത് സാർ എഴുതിയ ഒരു പാട്ടുണ്ടായിരുന്നു. അമ്പലക്കര തെച്ചിക്കാവില്. രഞ്ജിത്ത് എഴുതിയതല്ലേ? രഞ്ജിത്ത് സാർ എഴുതിയ പാട്ടാണ്. അപ്പൊ ആ പാട്ടിന്റെ കമ്പോസിങ് ടൈമിൽ ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ അത് ഞാൻ പാടി. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ശ്രീകുമാരേട്ടൻ പാടി. അത് പക്ഷേ സാറ് ഇപ്പൊ എന്റെ മുഖത്തോട്ട് നോക്കിയപ്പോ ഒരു സംശയം, ശ്രീകുമാരേട്ടൻ എങ്ങനെ പല പാട്ട് തട്ടിയെടുത്താണെന്ന് ഞാൻ പറയാൻ പോകും. അങ്ങനെയൊന്നുമല്ല. സിനിമയുടെ ആ സിറ്റുവേഷനില് ശ്രീകുട്ടൻ ചേട്ടന്റെ ശ്രീകുട്ടൻ ചേട്ടന്റെ ശബ്ദമാണ് അതിന് പറ്റിയതെന്ന് വിചാരിച്ചിട്ട് അന്ന് അവിടെ ആ പാട്ട് മാറ്റുമായിരുന്നു. അപ്പൊ അത് പക്ഷെ എനിക്കും അത് സ്വാഭാവികമായിട്ടൊരു പാട്ട് പോകുമ്പോ നമുക്കൊരു സങ്കടം ഉണ്ടാവും. പക്ഷെ അത് രഞ്ജിത്ത് സാറിന് മനസ്സിലായി. അങ്ങനെ രഞ്ജിത്ത് സാർ പറഞ്ഞു, അടുത്ത ഒരു സിനിമയിൽ ഉറപ്പായിട്ടും നിനക്കൊരു അവസരമുണ്ട്. ഞാൻ പക്ഷെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒന്നും അയക്കാൻ പോയില്ല. പക്ഷെ സംഭവം നടന്നു. രാജമാണിക്യം കമ്പോസിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ പാട്ടിന്റെ കമ്പോസിംഗ് കഴിഞ്ഞിട്ട് ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ, അതുപോലെ തന്നെ അൻവർ റഷീദ്, അതുപോലെ തന്നെ ടി എ ഷാഹിദ്, പിന്നെ അലക്സ് ചേട്ടൻ, ഇവരെല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് ഇങ്ങനെ തീരുമാനിച്ചു നമുക്കിത് ആരെ കൊണ്ട് പാടിക്കണമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലുണ്ട് എന്നെ കൊണ്ട് പാടിച്ചാൽ നന്നായിരിക്കുമെന്ന്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അത് ചേട്ടാ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനിച്ചതാണ് ശങ്കർ മഹാദേവൻ. അന്ന് ആദ്യമായിട്ട് സാറേ എനിക്കൊരു വിഷമം തോന്നി. അതായത് സങ്കടം തോന്നിയെന്നല്ല, ഒരാളെ ഞാൻ ഒന്ന് മോശമായിട്ടൊന്ന് ചിന്തിച്ചു. വിളിച്ചാൽ കിട്ടല്ലേ എന്നോ? വിളിച്ചാൽ അദ്ദേഹത്തിനെ കിട്ടല്ലേ, അതിന് അതാ വിളിച്ചാൽ ഭാഗ്യത്തിന് കിട്ടിയില്ല. അല്ല അതല്ല, അപ്പോഴേക്കും രഞ്ജിത്ത് സാർ വന്നു. ഇത് ആരാ പാടണമെന്ന് ചോദിച്ചു. അങ്ങനെ ശങ്കർ മഹാദേവൻ സാറിന്റെ പേരാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ശങ്കർജീനെ കൊണ്ട് പാടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബോംബിൽ പോകണം, പിന്നെ വെയിറ്റ് ചെയ്യണം, പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം കൊടുക്കുകയും വേണം, നല്ല കൊടുക്കുകയും വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇതൊന്നുമില്ലാതെ ഇവനങ്ങോട്ട് പാടിക്കോട്ടെ എന്ന്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ വലിയ വീട്ടിൽ സിറാജിക്ക ഉൾപ്പെടെ, അതിൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ, മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് പാടാൻ പറ്റിയത്. അലക്സ് ചേട്ടനൊക്കെ ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട്, അൻവർ റഷീദിനോടും ഒക്കെ. സാജൻ യഥാർത്ഥത്തില് കുറെ അക്ഷരം വെച്ചിട്ടും പ്രാസം വെച്ചിട്ടും കളിക്കുന്ന ഒരാളാണ്. മാത്രമല്ല സാജൻ ചെയ്തു വെച്ച പല സാധനവും മറ്റു പല ആളുകളും പിൽക്കാലത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ മുന്നിൽ വന്നത് തന്നെ ചില ആൾക്കാർ ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഇത് സാജന്റെ അടിച്ചു മാറ്റിയതല്ലേ എങ്ങനെ ചോദിക്കും നമ്മള്. അടിച്ചു മാറ്റിയതൊക്കെ നല്ലത് അല്ലേ? അതൊന്നുമല്ല കാര്യം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ കുറെ സാധനങ്ങൾ എഴുതിപ്പോയി. അപ്പൊ നമ്മളിഞ്ഞ് പുതിയതിലേക്ക് വരുമ്പോൾ ആ പഴയ സാധനങ്ങളൊക്കെ പുതിയ തലമുറകളെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പൊ തന്നെ പൂട്ടുകച്ചവടം എന്ന് പറയുന്ന കാസറ്റിലെ പാട്ടുകളൊക്കെ ഞങ്ങൾ അതിനകത്ത് പങ്കാളികളാണ്, എഴുതിയിട്ടുണ്ട്.
അത് ഇന്നതാണ്, ഇപ്പം എഴുതിയതല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ എഴുതിപ്പോയതാണെന്ന് ഈ തലമുറ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോഴായിരിക്കും അറിയുന്നല്ലേ. അതാണ് സാജന്റെ ചില ആൾക്കാർ പറയുന്നത്, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. സാജൻ വളരെ വേഗത്തിൽ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും അക്ഷരശുദ്ധി നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അത് എങ്ങനെ ശീലിച്ചത്? അല്ല, ഒരു പരിധി വരെയും നമ്മളെ സംബന്ധിച്ച് മോഡൽ ആളുകൾക്ക് മോഡല് മാത്രമല്ല, ഞാൻ നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആർക്കൈവ്സ് വെക്കേണ്ട ആളാ. അതെ, പുസ്തക വായന നന്നായിട്ടുണ്ട്. മലയാളമാണ് പ്രത്യേകിച്ച് പഠിച്ചത്. മെയിൻ പഠിച്ചത്. അതിന് മുമ്പ് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതിന്റെ പറയത്തില്ല. അതെ 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 ഉണ്ടെന്ന് കണ്ടാ പറയത്തില്ല. അതൊക്കെ പഠിച്ചത് കൊണ്ട് നമ്മൾ ആ വാക്കുകൾ എങ്ങനെ, ഒരു വാക്ക് എങ്ങനെ പറഞ്ഞാൽ, അച്ഛൻ കാലം കൂടെ എടുക്കാതെയാണ് പോയേക്കണത് എന്ന് മകള് പറയുമ്പോൾ അമ്മ പറയുകയാണെന്നാ നാറ് നനഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തെറ്റില്ല. പക്ഷെ അത് നിർത്തി പറഞ്ഞാൽ അച്ഛൻ കാലൻ കൂടെ എടുക്കാതെയാണ് പോയേക്കണത് എന്നാ നാറി നനഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മലയാളം തന്നെ കോമഡിയായി. അത് കുഴപ്പമായി. അപ്പൊ അർത്ഥം മാറി. അപ്പൊ മലയാളത്തിനെ വികൃതമാക്കാനും മലയാളത്തിൽ തന്നെ ചില സംഭവങ്ങളുണ്ട്. വാണി വാക്ക് വേണി തലമുടി എന്ന് പറയണത് പോലെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ സംഗതി പശകും. അത് കറക്റ്റായിട്ട് ഉച്ചരിച്ച് നമ്മൾ പറയുക. അതിന് കുറെ കവിതകൾ വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുതിയ ആളുകൾ, നമ്മളെക്കാൾ പാണ്ഡിത്യമുള്ള ആളുകൾ എഴുതി വെച്ച കുറെ സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഉച്ചരിക്കണം, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മലയാള സിനിമയിലെ പേരുകളെല്ലാം കൂടെ ചേർത്ത് 1500 പേരുകൾ ചേർത്തൊരു നാടകം എഴുതിയോ? ആ നാടകം എഴുതി. അത് ഇപ്പോഴല്ല, അത് കുറെ രാജൻ പി ദേവിന്റെ ട്രൂപ്പിന് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. അന്ന് നമ്പർ 20 മദ്രാസ് മെയിൽ വെച്ച് ആദ്യമായി സ്ഫടികം പോലെ പവിത്രമായ നിന്റെ മുഖം കണ്ട സന്ദർഭത്തിൽ അതുവരെ മനസ്സിലാഞ്ഞു വീശിയിരുന്ന കൂടണയും കാറ്റ് ഒരു കനൽക്കാറ്റ് പോലെ പിൻവാങ്ങി. പക്ഷേ ഇത് ഒരു കുടക്കീഴിൽ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്നൊരു കഥാപാത്രം പറയണത് മൊത്തം അത് സിനിമ പേരാണ്. നോക്കില്ല രാജ്യത്ത്. കൗണ്ടർ എന്തുമായിരിക്കും ഈ ഡയലോഗ്? ഒരു എന്റെ സ്വന്തം ജാനകി കുട്ടി നിന്നെ അരപ്പെട്ടേറ്റ് കെട്ടിയ ഗ്രാമത്തിൽ നിന്ന് പുഷ്പ വിമാനത്തിലെത്തി ബോംബെയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെത്തി അനന്തരം വർണ്ണപ്പ കിട്ടാവുന്ന ഫാഷൻ പരേഡും മിമിക്സ് പരേഡും കൺകെട്ടും ഇന്ദ്രജാലവും എല്ലാം നിനക്ക് ഞാൻ കാണിച്ചു തരും. ഇത് സത്യം, അമ്മയാണ് ഈ സത്യം. ഈ ക്യാരക്ടേഴ്സ് ഇല്ലാതാ പറയുന്നത്. രാജൻ ബിദുവിന്റെ ട്രൂപ്പ് സ്റ്റേ ചെയ്തോ ഇത്? അന്ന് രാജൻ ചേട്ടന്റെ ജൂബിലിക്ക് വേണ്ടിയിട്ടാണ് ആ നാടകം അന്ന് എഴുതുന്നത്. അതും നമ്മൾ അത്യാവശ്യം ഡ്രാമ പോലെ കളിച്ചുകൊണ്ട് നടന്നതാണ്. അത് അന്നത്തെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു സംഭവം എഴുതണമെന്ന്. അങ്ങനെ എഴുതിയതാ. പിന്നെ ഏതാ ഇതുപോലെ സാജൻ ഭാഷ വെച്ച് കളിച്ചത്? ഭാഷ വെച്ച് പിന്നെ ഞാൻ പഴഞ്ചൊല്ലു കൊണ്ട് ഡ്രാമ എഴുതിയിട്ടുണ്ട്. ഒരു 1600 പഴഞ്ചൊല്ല്. സാജൻ വെട്ടമാണിയൊക്കെ പഠിച്ച ആളാണോ? അല്ല, പഴഞ്ചൊല്ലിനകത്തൊരു പതിരില്ല. കാര്യം അതിനകത്തൊരു കതിരുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. അതിനകത്തൊരു മർമ്മമുണ്ട്. പഴഞ്ചൊല്ലിൽ പതിരില്ല, അതിലുള്ളത് കതിര് മാത്രമാണ്. അതിലൊക്കെ ഈ ചെറിയ വാക്കുകളാണെങ്കിലും അതിനൊക്കെ വലിയൊരു അർത്ഥമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് കുട്ടിക്കാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചിലപ്പോൾ ഡിഗ്രി കാലത്തിലൊക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു വെട്ടമാണിയുടെ ഒരു പുസ്തകം സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ഈ പഴഞ്ചൊല്ലൊക്കെ വായിച്ചു നോക്കണമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ അനിയൻ അതെടുത്ത് വെച്ച് പഠിച്ച്. പിന്നെ എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട്. സാധനം അറിയാലോ, പഴഞ്ചൊല്ലി വെച്ചൊരു മറുപടി പറഞ്ഞാൽ തിരിച്ചു പറയാൻ പാടാ. ഭയങ്കര ശല്യമായി, ന്യൂസൻസായി. എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട്. അവസാനം ഞാനും ഇതിൽ നിന്ന് പഠിച്ചു, ഇവനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി. വെട്ടമാണിയുടെ ഇപ്പം പിള്ളേർക്ക് ഇപ്പം വെട്ടമാണിയുടെ പുസ്തകം ഒന്നും അറിയത്തില്ലായിരിക്കും, എന്നാലും നമ്മൾ പറയണമല്ലോ അതൊക്കെ, അല്ലേ? ചേട്ടൻ ഒരു മോനുണ്ടല്ല എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പം അവനുണ്ട്, അവനിപ്പോ എന്ത് ചെയ്യുന്നത്, അപ്പം മത്ത കുത്തിയ കുമ്പളം മുളക്കോടാ കൗണ്ടർ അടിക്കാൻ ഭയങ്കര പാടായിരുന്നു, അല്ലേ? അതിന്റെ സന്ദർഭത്തിൽ അത് വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതിഭ ഈ വിദേശ നാടുകളിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ യാത്രകൾക്കിടയിൽ ഒരുപാട് അമ്ലികൾ പറ്റും. പ്രത്യേകിച്ച് എയർപോർട്ടൊക്കെ കടന്നു പോകണം. ഈ അമേരിക്കയിൽ പോയപ്പോൾ പ്രദീപിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അമളി പറ്റിയെന്ന് പറഞ്ഞു. സാറേ, അത് ശരിക്കേ ഈ അമേരിക്കയിൽ പോവാന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ കുറെ അമേരിക്ക എന്താണെന്ന് അറിയില്ല എനിക്ക്. അമേരിക്ക കാരണം കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അമേരിക്കയിലേക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ വ്യത്യസ്തനാമ ഒരു ബാർബറാം ബാലനൊക്കെ പാടി കത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഇത് എങ്ങനെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പായിട്ട് ഞങ്ങളൊരു ഷോ പ്ലാൻ ചെയ്തു. ഒരു അച്ചായനൊരു ഷോ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നതിനകത്ത് ഇങ്ങനെ കുറേ നടന്മാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നടന്മാരും അത്യാവശ്യം നടിമാരും അങ്ങനെ കുറേ ആളുകളുണ്ട്. ഒരു 10-20 പേരോളം ആ ട്രിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് നടക്കും, കാരണം ഇവരൊക്കെ ഉള്ളത് കൊണ്ട് മിക്കവാറും എൻ്റെ ആഗ്രഹം സഫലമാകുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമേരിക്കൻ കോൺസുലേറ്റിൽ ചെന്നൈയിൽ ചെന്നിട്ട് സായിപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന നടൻ ഒരു പ്രധാനപ്പെട്ട മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനാണ്. അദ്ദേഹം പാസ്പോർട്ട് കൊടുത്തപ്പോൾ സായിപ്പ് ഇങ്ങനെ പാസ്പോർട്ട് മേടിച്ചിട്ട് അപ്പോൾ പുള്ളി ഓക്കെ യു മോളുടെ പാസ്പോർട്ടായിരുന്നു. പുള്ളിയുടെ മോളുടെ പാസ്പോർട്ട് കാണിക്കുന്നല്ലേ. അതോടെ ആ ട്രിപ്പിന് പോയി.
അല്ല ഇത് ഞാൻ പറയണത് അവിടെയും പോകുക എന്ന് പറയണത്, ഞാൻ പോയ വർഷം ഏതാണ്ട് സാറിന് അറിയാം ചാനലിന്റെ 10ാം വർഷം ആഘോഷിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പൊ പോകണമെന്നുള്ളതൊരു സ്വപ്നമാണ്. നമ്മുടെ ഇവിടെ എല്ലാവരും ആദ്യം അമേരിക്ക അന്ന് ഒരു 2000 ആ ഒരു സമയത്താണ്. അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഇത്രയും വലിയ യാത്രയാണല്ലോ, ഇവിടെ നിന്ന് വിസ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് ഇറങ്ങലി നമ്മളാരും തടുക്കാനുണ്ടാവില്ല. വിസ അടിച്ചല്ല, പിന്നെ ഒന്നും നോക്കണ്ടല്ലോ എന്ന് കരുതി. ജയറാമുണ്ടായിരുന്നു അല്ല, അന്ന് ബാലേന്ദ്ര മേനോൻ അങ്ങനെ ഒരു സംഘങ്ങളാണ്. അപ്പൊ ഇവരെല്ലാവരും അവിടെ ചെന്ന് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അവിടെ ക്യൂ നിന്ന് എല്ലാവരെയും എംബസി നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ചെക്ക് ചെയ്തിട്ടല്ലേ വിടുള്ളൂ, അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരെല്ലാവരും കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് വരാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനപ്പോൾ ചെന്ന് കുറച്ചും കൂടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭീകര രൂപമുള്ള ഒരു മാഡത്തിന്റെ മുമ്പിലാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത്, മുടിയൊക്കെ ഇങ്ങനെ വളർത്തി. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു യുവർ നെയിം പ്ലീസ്. അപ്പം ഞാൻ ഇങ്ങനെ പേര് പറഞ്ഞു. വേർ ആർ യു കം ഫ്രം? ഞാൻ ഇന്ത്യ, കേരള. ഓക്കെ, യു ആർ ആർട്ടിസ്റ്റ്. ഓക്കെ, യുവർ റിട്ടേൺ ഡേറ്റ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടത്, അവര് റിട്ടേൺ ഡേറ്റ് ആണ് ചോദിച്ചത്. പിന്നെ അവിടെ കുറച്ചു നേരം ഞാനും അവരും തമ്മിലുള്ള നോട്ടവും ഭാവവും ഇംഗ്ലീഷും തമ്മിലുള്ള യുദ്ധം. അല്ല ഒരു വാക്ക് പോലും പ്രൊനൗൺസിയേഷൻ മാറിയതിന്റെ വിഷമമാണ് അവിടെ. പോകേണ്ടവരെയൊക്കെ പറഞ്ഞു വിടുകയും ചെയ്ത് ഞാൻ ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുകയും ചെയ്ത്. കണ്ണീന്നാണെങ്കിൽ അസുരഗണങ്ങൾ ഇങ്ങനെ പൊലിഞ്ഞു നിൽക്കണം. എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? കമാൺ എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി വേറൊരാളുടെ മുമ്പിൽ ചെന്നപ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷൻ എനിക്ക് ഇഷ്ടമായി. ഈ റിട്ടേൺ ഡേറ്റ്. അപ്പം ഞാനിങ്ങനെ ആ റിട്ടേൺ ഡേറ്റും സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളും രാജ്യങ്ങളൊക്കെ ചോദിച്ച് സ്പോൺസറുടെ പേരും പറഞ്ഞപ്പം ഓക്കെ എന്ന് പറയാം. അതുവരെ ഞാൻ നിന്ന് സത്യം പറഞ്ഞ വേർക്കുകയായിരുന്നു. നമ്മൾ ഈ കാസറ്റുകൾ ചെയ്തത്, ഈ ഓണത്തിനിടെ പുട്ടുവച്ചടം പോലുള്ള കാസറ്റുകൾ ചെയ്തതിൽ ഏറ്റവും ഹിറ്റായ ഏത് പാട്ടിന്റെ പാരഡി ആയിരുന്നു? ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് പാട്ടുകൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ നോട്ടിന്റെ അവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ നോട്ടെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് ചെന്നാലും അവരുടെ കറൻസി എപ്പോഴും നല്ല പ്യുവർ നല്ല ഉഗ്രം പേപ്പർ ആയിരിക്കും. അതിലൊരു ഐ ലവ് യു എന്ന് എഴുതുന്നതോ മൊബൈൽ നമ്പറോ കീറിയതോ അതിൽ ഒട്ടിച്ച പേപ്പറോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നോട്ടായിരുന്നു. ഇപ്പൊ മീൻകാരൻ്റെ അടുത്ത് ചെന്നാലും പലർക്കടയിൽ ചെന്നാലും തിരിച്ചു വരുമ്പോൾ 2 ഒട്ടിച്ചതായിരിക്കാം, അതിൽ നടുക്കൂട്ട ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിന്റെ വിഷമം കൊണ്ട് നമ്മളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതെ അതെ, അത് ഒരു കാലത്ത് അങ്ങനെ കുറെ നോട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഇല്ല. അത് നമുക്കൊന്ന് കേൾക്കാം അല്ലേ? കണ്ടം വെച്ചൊരു നോട്ടാണ് ഇത്, കണ്ടാലറക്കണ നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ സെല്ലോട്ടേപ്പാണ്. കണ്ടം വെച്ചൊരു നോട്ടാണ് ഇത്, കണ്ടാലറക്കണ നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ സെല്ലോട്ടേപ്പാണ്. സായിപ്പന്മാർ വെറുതെ എന്തിന് ലോകം മുഴുവൻ ചുറ്റുന്നു, നമ്മുടെ നോട്ടിൻഡോട്ടെ കൂടി ലോകം മൊത്തം കാണാലോ. ഇത് കണ്ടം വെച്ചൊരു നോട്ടാണ്, ഇത് കണ്ടാലറക്കണ നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ സെല്ലോട്ടേപ്പാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ സാറേ, ഈ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ അവിടെ വന്നു. സ്റ്റുഡിയോയിൽ യാദൃശ്യമായിട്ട് എന്തോ കാര്യത്തിന് വന്നതാണ് അദ്ദേഹം ഈ പാട്ട് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഒരു കാലത്ത് പാരഡി എന്ന് പറയുന്ന സംഭവത്തിനെ വളരെ എന്താ പറയണേ, ഒരു പിന്നാമ്പുറത്ത് നിൽക്കേണ്ട ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്ന ഒരു വഷളം പരിപാടിയാണെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ശരിക്കും പേടിയായിരുന്നു പാരഡിയൊക്കെ പാടുന്നു പറയാനൊക്കെ തന്നെ. ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞ ഗിരീഷ് ചേട്ടനെ പോലെ, അതുപോലെ തന്നെ TS രാധാകൃഷ്ണജിയെ പോലെ, അതുപോലെ ജയവിജയൻ സാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ പാട്ട് കേട്ടിട്ട് ചിരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും. ഞങ്ങളെ വിളിച്ചിട്ട് ഗിരീഷ് ചേട്ടൻ അന്ന് പറഞ്ഞിട്ട് നിനക്കൊക്കെ ഇങ്ങനെ പറ്റണ്ട, ഇങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നത് ഞാൻ ആ കാലത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട് പ്രദീപ്. അതായത് നല്ല ഒന്നാന്തരം പാരഡി എന്നുള്ളത് നമ്മുടെ തിക്കുറിച്ചേട്ടൻ സൂപ്പർ പാരഡി ആയിരുന്നു. കുമാരനാശാന്റെ ലീലയ്ക്കും നള്ളിക്കും ഒക്കെ പാരഡി എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഒരുവിധമുള്ള അദ്ദേഹത്തിന്റെ കൃതികൾക്കെല്ലാം ചണ്ടാലഭിഷിക്കൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പാരഡി ഉണ്ട്. പ്രോബ്ലം എന്നറിയോ, ഈ തിക്കുറിച്ച് എഴുതിയ പാരഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഉയർത്തി നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ പാരഡിക്ക് വില ഉണ്ടായിന്. പക്ഷെ അദ്ദേഹത്തിന്റെ പാരഡി പുറത്ത് പാടാൻ പറ്റത്തില്ലായിരുന്നു. ശീലമുള്ള വാക്കുകളൊന്നും നിർഭാഗ്യവശാൽ പുള്ളി ഉപയോഗിക്കത്തില്ലായിരുന്നു. പുള്ളിയുടേതായ ഒരിക്കൽ എന്നെ അദ്ദേഹത്തിന്റെ നല്ല സമയത്ത്, അദ്ദേഹം പീക്കി നിൽക്കുന്ന ഒരു സമയത്ത് നളിനി എന്നെ കേൾപ്പിച്ചു. ആ കാലത്ത് ഈ കലാമി ഒരു മാഗസീനിൽ തികുറിച്ചേട്ടൻ്റെ ഒരു ലേഖനം ഞാൻ എഴുതി. അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് എഡിറ്റർ പറഞ്ഞു, നമുക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു പാരഡി കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കാം, കോളമൊക്കെ വരച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിനക്ക് ഏതാ വേണ്ടേ? ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ കുഴപ്പമില്ലാത്ത 1-2 പറയാം, 2 പീസ് പാടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് വേണ്ട. അതേസമയം ഞാൻ തിരുച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടനത് ഇത് കുറച്ചുകൂടെ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പാരഡിക്കാർക്ക് അത് വലിയ മോചനമായതിന്. കാര്യം വിവരമുള്ളവർ ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നവർ പറയുമ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു വില കിട്ടുക. പക്ഷെ അത് നടന്നില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ കൂടുതൽ കേൾക്കുന്നത് വി.ഡി. രാജപ്പന്റെ കഥാപ്രസംഗത്തിലൂടെയാണ്. കാര്യം അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം സാധാരണ ജീവിച്ചിരിക്കുന്ന പക്ഷിമൃഗാദികളെ കുറിച്ചുള്ള അങ്ങനെയാണ്. അപ്പൊ അതിങ്ങനെ പാടുന്നതിന്റെ ഇടയിൽ വരുന്നത് അദ്ദേഹം ട്യൂൺ ചെയ്ത വരികളല്ല, ഈ സിനിമാ ഗാനങ്ങളുടെ നല്ല വരികളാണ്. അപ്പൊ അതിങ്ങനെ കേട്ട് കുറെ കാലം കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞാൽ
അല്ല ഞാൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കൂടെയായി. ആണോ? അപ്പൊ പിന്നെ പുള്ളിക്ക് കഥ എഴുതലി, ആനമയക്കി, അരുതാറ്, വീഡിയോയുടെ കൂടെ വർക്ക് ചെയ്തോ? കുറെ രാജ്യങ്ങളും കുറെ സ്ഥലങ്ങളും കുറെ കാസറ്റും ഒക്കെ ഞാൻ കൂടെ വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ബന്ധം എനിക്ക് പുള്ളിയുമായിട്ടുണ്ടായി. അത് ഏറ്റവും ഹിറ്റ് ആയത് ഏതായിരുന്നു? അല്ല ഞാൻ പുള്ളിയുടെ കൂടെ അന്ന് വിദേശത്ത് പറയുന്നത് ടൈറ്റിലും ഒക്കെ സൂപ്പർ ആയിരുന്നു. അത് സാജന്റെ സൃഷ്ടിയായിരുന്നു. അല്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്ത് തമ്മിൽ ഒരുമിച്ച് കൂടാനും ഇവിടെ ആനമൈക്കി എന്നുള്ള ചികയുന്ന സുന്ദരിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാരായമേ നാടൻ ചാരായമേ കുടിയന് തെങ്ങിന്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന വാറ്റിന്റെ സന്താനം ചാരായമേ ചാരായമേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്ന് പുള്ളിയുടെ ശബ്ദത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ്. ഏത് റേഞ്ച് ആണെങ്കിലും ഈ മാക്രി കരയുന്നൊക്കെ കരയാൻ പറ്റും പുള്ളിക്ക് അല്ലേ? ഭയങ്കരമാണത്. അതിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ആ പുള്ളി ഉണ്ടാക്കി വെച്ച പാറ്റേണിൽ നിന്ന് പിന്നെ നിരവധി ആളുകൾ, മെമിക്ക ഉണ്ട്, മരിച്ചുപോയി, പിന്നെ നാദൃഷ്ക അങ്ങനെ വന്നു, നാദൃഷ വന്നു, പിന്നെ ഒരു കൂട്ടുകെട്ട്. പക്ഷെ നല്ല പാട്ട് ഇറങ്ങി നല്ല ഈണമുണ്ടെങ്കിൽ മാത്രമേ പാരഡി വിജയിക്കുള്ളൂ. ഇല്ലാത്ത പാട്ടുമ്മ കയറി നമ്മൾ ഹിറ്റ് പാട്ടിനെ പാരഡി വിജയിക്കും, അല്ലാത്ത പാരഡി ഒന്നും ആൾ കേൾക്കാൻ നിൽക്കില്ല. ഇല്ല. പക്ഷെ പാരഡിക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ പ്രദീപ് ഒരു വിലയുണ്ടായി അല്ലേ? ആദ്യം വരുമ്പോ ആൾക്കാർ ഇതൊരു പരിഹസിക്കാനുള്ള കാര്യമായി കണ്ടു. ഇതൊരു മോശമാണെന്നൊക്കെ നല്ല പാട്ട് ആൾക്കാർ എഴുതി വെച്ച നല്ല വരികളൊക്കെ നാശമാക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് തോന്നിയത്, നമ്മളുടെ ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണമാണ്. മുമ്പിൽ പൂക്കൾ പറിക്കുന്നു, മുറ്റത്ത് പൂക്കളം ഇടുന്നു, മാവേലി വിളിക്കുന്നു, ആർപ്പോ ഇറോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ വിഭവ സമൃദ്ധമായ സദ്യയും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മയും കുട്ടികളുടെ കൈകുട്ടികളിയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്നും മാറിയിട്ട് കയ്യിൽ ഈ മൊബൈൽ യന്ത്രം വന്നതോടുകൂടി എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും കഥ കഴിഞ്ഞു. ടോർച്ചിൻ്റെ കഥ കഴിഞ്ഞു, വാച്ചിൻ്റെ കഥ കഴിഞ്ഞു, കലണ്ടറിൻ്റെ കഥ കഴിഞ്ഞു, പിന്നെ ബ്രോക്കറിൻ്റെ കഥ കഴിഞ്ഞു. ആ മൊബൈലിൽ പിന്നെ ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യ ഇവിടെ കൈ കിട്ടിയ അതിൻ്റെ പിന്നെ പാസ്വേഡ് അറിയാമെങ്കിൽ ഭർത്താവിൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മൊത്തം പോയി. പിള്ളേർ ഇതിന് അടിമയാണ്, അഡിക്റ്റാണ്. അവർക്ക് പറമ്പിൽ കളിക്കാനോ പാടത്ത് കളിക്കാനോ അല്ല പമ്പരം കറക്കാനോ പട്ടം പറപ്പിക്കാനോ ഒന്നും നേരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഈ യന്ത്രം ഗുണവും ഉണ്ട് ദോഷവും ഉണ്ടെങ്കിലും അതിനകത്തേക്ക് ഒതുങ്ങിപ്പോയി. അങ്ങനെ ഓണം ഇപ്പം ജനം കാണുന്നത് ഞങ്ങളുടെ ഭാഷയിൽ അന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചത് ഇല്ലേ? എന്താണ് ഓണം? ടി വിയിലാണോ അല്ലെങ്കിൽ വീട്ടിലാണോ നാട്ടിലാണോ എങ്ങനെയായിരുന്നു? അതെ അത് നമ്മുടെ VR പ്രസാദ് സാറില്ലേ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ മനോഹരമായ നല്ല വരികൾ, നല്ല സംവിധായകനും നല്ല സിനിമയുമായി വന്നപ്പോൾ ആ പാട്ട് ഞങ്ങളിലേക്ക് കടന്നു വരികയും അതിന് ഞങ്ങൾ അന്ന് എഴുതിയ ഒരു പാരഡി ഉണ്ട് ഓണത്തിന്റെ. ഏതാത്? തകർത്താലോ? ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻ കളി, നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരുമാതിരി നാശക്കളി, അങ്ങട് തല്ലിങ്ങട് തല്ല്, നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല, പിന്നെ ഓണത്തിനോണുമില്ല, പിന്നെ പൂക്കളം തീർക്കലും ആർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. ഇതിലൊരു സാമൂഹ്യ വിപത്ത് നമ്മൾ ആൾക്കാരെ ശ്രദ്ധയെ കൊണ്ടുവരുന്നുണ്ട്. അല്ല അല്ലേ? അങ്ങനെ ആയിപ്പോയി എല്ലാവരും. തീർച്ചയായിട്ടും. കോവിഡ് കാലത്ത് സാജന് വേറെ അപകടം ഉണ്ടാക്കി, ഒരു പുസ്തകം എഴുതി കളഞ്ഞു. അതെ മമ്മൂക്ക പ്രകാശനം ചെയ്തു. അല്ല അതെനിക്ക് അത് ആശകള് തമാശകള് അത് വിറ്റുപോയി അല്ലേ? കുഴപ്പമില്ലാതെ പോയി. കൈരളി ബുക്സ് ആണ് അത്. അത് എന്റെ കരവിരുതുകൾ എന്താണ്, ഞാൻ എന്താണെന്ന് എങ്ങനെ എഴുതണമെന്നൊക്കെ വന്നു വെച്ചാൽ കോവിഡ് കാലത്ത് നീ വീട്ടിലിരിക്കണല്ലേ, അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു നീ അതൊക്കെ എല്ലാം ഒരു പുസ്തകത്തെ രൂപത്തിലാക്കണം, എന്നിട്ട് നമുക്ക് ഇന്നാക്ക് കൊടുക്കണം, അത് ജനം അറിയണം, അപ്പൊ ഒരു ജോലിയും കൂടി ആകുമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എഴുതി. അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ മാറ്റി പുതിയ കാലഘട്ടത്തിലേക്ക് വരുത്തിയിട്ട് പിന്നെ അത് ആര് പ്രകാശനം ചെയ്യണമെന്നുള്ള ഇതിലിക്കുമ്പോഴാണ് അതിന് അവസരം കിട്ടിയത്. മമ്മൂക്ക അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ, അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വലിയ കാര്യം. അതെ, നമുക്ക് സംബന്ധിച്ചു. അത് ചെയ്തു തരാന്ന് പറഞ്ഞു, വിളിച്ചു, ചെയ്ത് നേരത്തെ അറിയില്ലേ മമ്മൂക്കയ്ക്ക്? പിന്നെ ഞാൻ നേരത്തെ അറിയാം എങ്കിൽ പോലും നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ ചെന്ന് ചോദിക്കുന്നതും പറയുന്നതും ഉചിതമല്ല എന്ന് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞില്ല. വരൂ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ചെയ്ത് തരുകയും ചെയ്തു. എന്റെ ഫോട്ടോ എടുത്ത് എന്റെ കയ്യിലും തന്നു. ആണോ? അതെ. അല്ല, ഈ പറഞ്ഞ പോലെ സാറേ, ഈ ഗുരുക്കന്മാരെന്ന് പറഞ്ഞത് ഭയങ്കര സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ്. ഇപ്പൊ ഈ പുസ്തകം സാജന എഴുതാൻ വേണ്ടി സാജനോട് പറഞ്ഞത് സാജന്റെ ഒരു ഗുരുവാണ്, രാജം ടീച്ചർ എന്ന് പറഞ്ഞൊരു ഗുരുവാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും ഈ ടീച്ചർമാരുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ 3ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരു പാട്ട് പാടുന്നത്. അന്ന് ഞാൻ പാട്ട് പാടുമോന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്തൊരു സമയം. അന്നൊരു പാട്ട് പാടുന്നു, ഇപ്പൊ തന്നെ താഴത്ത് വീഴുമെന്ന് വിചാരിച്ചിട്ടാണ് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്നത്. അന്ന് താഴത്ത് വീണില്ല, ഒരു കണക്കിന് പാടി ഒപ്പിച്ചു. 4ാം ക്ലാസ്സിൽ ആ ടീച്ചേഴ്സ് എന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് 4ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് കളക്ടറായിരുന്ന ആ സാറിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ സാർ പാട്ട് പാടിക്കഴിഞ്ഞപ്പോ ഈ പയ്യന് ഇത്രയും കഷ്ടപ്പെട്ട് പാടിയില്ലെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു മാല എന്നെ അണിയിച്ചു കളക്ടർ. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ മാല കൊടുക്കുമല്ലോ, പണ്ട് MGR-നൊക്കെ. ആ മാല എടുത്ത് പുള്ളി എനിക്ക് തന്നു. എനിക്കറിയില്ല അത് എനിക്ക് തന്നെ തന്നാണെന്ന്. ഞാൻ പുള്ളിക്ക് തിരിച്ചു കൊടുത്തു. വീണ്ടും അദ്ദേഹം നിനക്ക് തന്നാണെന്ന് പറഞ്ഞിട്ട് തന്നു.
പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. കാരണം വെച്ചാൽ വീട്ടില് സ്കൂളില് മറ്റേ ഡാൻസ് കളിക്കാൻ പോയ കൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന കൊച്ച് ആ മാല പിച്ചി ചിന്തി കളഞ്ഞു. എന്നാൽ പോലും അതൊരു വലിയ പ്രചോദനമായിരുന്നു. ആ പ്രചോദനം കൊണ്ട് തന്നെ പിന്നെ തൊട്ട് നമ്മളെ സ്കൂളിലെ പാട്ടുകാരനായി, കോളേജിൽ ചെന്നപ്പോൾ കോളേജിലെ പാട്ടുകാരനായി, അങ്ങനെ പോയി നമ്മൾ സിനിമയിലെ പാട്ടുകാരനായി. അപ്പൊ ടീച്ചർമാരുടെ സ്വാധീനം ഭയങ്കരമാണ് കാര്യം. ഓക്കെ. അല്ല, എനിക്ക് പ്രദീപിനുള്ള ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ആ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിൽ ശരിക്കും ഈ പുറത്തേക്ക് എടുത്തെറിയുന്ന ഒരു കസേരയുണ്ടല്ലോ. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്, മേലില എന്നൊരു ഗ്രാമമാണ്. അവിടെ ഒരു ബാർബർ ഷോപ്പുണ്ട്. അവിടെ ഇതേപോലെ കസേര ഉണ്ടായിരുന്നു. നമ്മുടെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കും പറയുമായിരുന്നു, ഞാൻ ചേട്ടാ ഈ കസേരയൊന്ന് മാറാറായില്ലേ, എവിടെങ്കിലുമൊക്കെ കൊള്ളും നമ്മുടെ ശരീരത്തോട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കുഞ്ഞത് എന്ന് പുള്ളി എന്നും പറയുമായിരുന്നു. പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇത് പറ്റിയതേ ഇല്ല. അപ്പം ഞാൻ പിന്നീട് ഈ സിനിമ കണ്ടപ്പോഴാണ് അപ്പോൾ കേരളത്തിൽ ഒരു ബാർബറേ ഉള്ളൂ എന്ന് തെളിയിച്ച പാട്ടാണ് ബാലൻ മാത്രം. ഇതൊക്കെ മലയാളിയുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഒരു പക്ഷേ പ്രദീപിന് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. ഈ പടത്തിൽ എങ്ങനെ എത്തിച്ചേർന്നു? ഈ പടത്തില് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ, അതായത് എം ജെ അച്യുതൻ സാറിന്റെ ഒരു പാട്ട് നേരത്തെ ഞാൻ പാടിയിട്ടുണ്ട്. അത് നിവേദ്യം എന്ന സിനിമയിലെ ലോയ് സാറിന്റെ പാട്ട്. അതേത് പാട്ടായിരുന്നു അത്? താം തക്കിടത്തയ്യാരേ തരപ്പ തക്കിടത്തയ്യാരേ തെയ്യം തകത്തയ്യാരേ തകൃത തക്കിടത്തയ്യാരേ. അത് ഞാൻ വിജയശ്വാസം കൂടിയിട്ടാണ് പാടി. പാട്ടുകളൊക്കെ പ്രദീപിനെ തേടി വരും അല്ലേ? ഉറപ്പായിട്ടും ഒരു പ്രത്യേക ജോണറുള്ള പാട്ടുകളാ പ്രദീപ് പാട്ട്. ഇതൊരു കുറച്ചും കൂടി ഹ്യൂമറും കൂടി വർക്ക് ചെയ്യുന്ന പാട്ടാണ്. അതെ അതെ, പാട്ടുകള്, ഹ്യൂമറുള്ള പാട്ടുകൾ, ലൈഫും ഉണ്ട്. ആ സാർ, അപ്പോ ആ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോ സാറിന് എന്നെ അറിയാം. ഈ പടത്തിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് എന്നെ പിന്നെ എം ജെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രദീപ് ഇങ്ങനെ ഒരു പാട്ട് ഉണ്ട്, നമുക്കൊന്ന് പാടി നോക്കാം എന്നാണ് പറഞ്ഞു. പാടി നോക്കാൻ വേണ്ടി ഞാൻ ചെന്നു. പിന്നെ ശാസ്തമംഗലത്ത് ആണ് സ്റ്റുഡിയോയിലാണ് പാടുന്നത്. അവിടെ ചെന്നു പാടി. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി എം ജെ ഉണ്ട്, അതുപോലെ തന്നെ ഇളങ്കോ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. രണ്ടുപേരുണ്ടായിരുന്നു. പാട്ട് പാടി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് പോകുന്നോ അല്ലെങ്കിൽ നാളെ സാർ വന്ന് കേട്ടിട്ട് പോകുന്നു, ശ്രീനി സാർ. ഞാൻ പറഞ്ഞു, സാർ ഞാൻ നിൽക്കാം. കാരണം വെച്ചാൽ എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. കാരണം അതിൻ്റെ ലിറിക്സ് തന്നെ വളരെ മനോഹരമായ ലിറിക്സാണ്, ഒരു പ്രത്യേകതയുള്ള ലിറിക്സാണ്. അപ്പോൾ അനിൽജിയുടെ ലിറിക്സാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വെയിറ്റ് ചെയ്യുന്നു സാറിനെ കാണാൻ. സാറ് പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സാറിൻ്റെ സ്വാഭാവികമായിട്ടൊരു പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ അധികം ചിരിക്കൊന്നുമില്ലല്ലോ പുള്ളി. അപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറിങ്ങനെ പ്രത്യേകിച്ചൊരു ഭാവമൊന്നും കാണുന്നില്ല. അങ്ങനെ എം ജെ സാറ് ചോദിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഒന്നെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇത് എന്താണോ ആസ് ഇറ്റ് ഈസ്, എനിക്കിത് മതി എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. പക്ഷെ ആ ശ്വാസം നേരെ വീണത് തൊട്ട് എനിക്ക് ശ്വാസം ഉണ്ടായി എന്നുള്ളതാണ്. പ്രദീപ് പള്ളുരുത്തി എന്നുള്ളൊരു പാട്ടുകാരനെ തിരിച്ചറിഞ്ഞ പാട്ട് ശരിക്കും ആ പാട്ട്. വ്യത്യസ്തനായ ഒരു പാട്ടുകാരനെ തിരിച്ചറിഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ കുട്ടേട്ടൻ എന്തോ ചോദിക്കാനുണ്ട്? കുട്ടേട്ടാ പ്ലീസ്. യെസ് ബോസ്, എനിക്ക് സാജൻ പള്ളുരുത്തിയോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണക്ക് പരീക്ഷയ്ക്ക് 90 മാർക്ക് ലഭിച്ചിട്ടും താങ്കൾ വീട്ടിൽ വന്ന സമയത്ത് താങ്കൾക്ക് പൊതുരെ തല്ല് കിട്ടി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എന്തിനായിരുന്നു അത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ജീവിതത്തില്? കണക്കൂട്ടലുകളാണ് നമ്മുടെ ജീവിതം. പക്ഷേ കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ ഈ സൈനേ ഗോസൊക്കെ കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്നാലേ സാഗു ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ പ്ലസ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി പോകും, മൈനസ് ചെയ്ത് വരുമ്പോൾ കുറച്ചും പിന്നെയും കുറയാനുണ്ട്. ഇഷ്ടം നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും, നമുക്ക് അതിനകത്തൊന്നും കിട്ടില്ല. അപ്പൊ കണക്കിൽ എപ്പോഴും നമ്മൾ വീക്കായതുകൊണ്ട് ഒരു ദിവസം എന്തോ ഭാഗ്യത്തിന് 90 മാർക്ക് കിട്ടി. ഈ 90 മാർക്കും കൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും അന്ന് വഴക്ക് പറഞ്ഞു, അമ്മയുടെ തല്ലൊക്കെ കിട്ടി. അപ്പം 90 കിട്ടിയിട്ടും നമ്മൾ തല്ല് മേടിക്കണത് എന്താണെന്ന് അപ്പോൾ എന്നോട് ചോദിച്ചേട്ടാ. ഞാൻ പറഞ്ഞേടാ ഇങ്ങനെ 90 മാർക്ക് കിട്ടിയിട്ടും തല്ല് കിട്ടിയടാന്ന് പറഞ്ഞ് ശരിക്കും എത്രയാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു ശരിക്കും 9 കിട്ടിയത്, 0 ഞാൻ ചേർത്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറയണത്, ഈ 50 എങ്ങനെയാടാ ഈ 90 കിട്ടണത്? അപ്പൊ നമ്മ ഇട്ടതും പാഴായിപ്പോയി, പരാജയമായിരുന്നു മനസ്സിലായില്ലാത്തൊരു മനുഷ്യൻ. അല്ല, പരാജയങ്ങൾ എപ്പോഴും നമുക്ക് സംഭവിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ ആദ്യം 2 അക്ഷരം കുറഞ്ഞിടില്ല, അത് ഡേഷായിടും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അല്ലേ? അങ്ങനെ തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീണു, അമ്മ തൻ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയുന്നു എന്ന് ചോദിച്ചു. അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയാൻ കാരണം എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം അന്നും നമ്മൾ അറിയാതെ പറഞ്ഞ അമ്മയുടെ നെറുകം തലയിലായിരിക്കും ചിലപ്പോൾ ഈ മാങ്ങ വീണത് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയും സന്തോഷം കൊണ്ടും വരാം. ഈ കുസൃതികൾ കാണിക്കുന്ന ഒരു കാലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പഠിക്കുന്ന ഒരു കാലം. ഈ പ്രദീപ്, നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാം ചാലക്കുടിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രദീപിന് ഒരു സംഭവം, അത്യാവശ്യം ഒരു സംഭവം കിട്ടി അല്ലേ? അത് പ്രദീപ് തന്നെ പറയണം, എന്തായിരുന്നു ആ സംഭവം അല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട്
പക്കിനിട്ട് കുത്തുകൊള്ളുക എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. വയറ്റത്തിട്ട് കുത്തിയോ അതോ? ഇപ്പൊ സംഭവം സാധാരണയിൽ നമ്മളിപ്പോ ഇന്നത്തെ നാട്ടില് ലോട്ടറി വിളിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടാ ടിക്കറ്റ് എടുക്കും, ചേട്ടാ ടിക്കറ്റ് എടുക്കും കുത്തുള്ളൂ. ഇത് അങ്ങനെയല്ല, വയറ്റത്തിട്ട് നല്ല താങ്ങ താങ്ങി, നല്ലൊരു താങ്ങ് കിട്ടി. എന്താ വെച്ചാല് സാജനും ഞാനുമായിട്ടുള്ള ജീവിതത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് വളരെ കുറച്ചേ പോയിട്ടുള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ കൊച്ചിൻ വോക്ക് എന്ന് പറഞ്ഞ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു പള്ളിയിൽ പ്രോഗ്രാം പിടിച്ചു. അപ്പോൾ അതിന്റെ ഗ്യാപ്പിൽ മിമിക്രി കളിക്കേണ്ടത് സാജനും ഗ്രൂപ്പുമാണ്. അപ്പോൾ സാജൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഒരുപാട് ട്രൂപ്പുകളുടെ ഡയറക്ഷനും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അതിനിടയ്ക്ക് പ്രോഗ്രാമിന് സമയം കണ്ടെത്തുന്നു. അത് സാജൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം തുടങ്ങി പകുതി ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തും, കാരണം ഞങ്ങൾക്കൊരു ആലുവയിലൊരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ എത്തിക്കോളും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു, പ്രോഗ്രാം തുടങ്ങി, ഇന്റർവെല്ലായിട്ട് സാജനെ കാണുന്നില്ല. അവസാനം നമ്മള് ആൾക്കാർ റെസ്പോൺസ് ഉണ്ടോ? അല്ല, ആളുകള് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, മിമിക്രി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പാടാൻ തുടങ്ങി. ഇന്റർവെല്ലിന്റെ സമയവും കുറച്ചുകൂടി നീട്ടി. ആവനാഴിയിലെ അമ്പുകൾ ഓരോന്ന് എടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. പക്ഷേ സാജൻ വരുന്നില്ല. അവസാനം ഇന്റർവെല്ല് മാറ്റി വെച്ചിട്ട് ഞങ്ങള് പരിപാടി കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത മിക്കവാറും എല്ലാ പാട്ടുകളും പാടി തീരാറായപ്പോൾ ലാസ്റ്റ് സോങ്ങിന് ഞാൻ അനൗൺസ് ചെയ്തു. ഞാനാണ് അനൗൺസർ. പ്രിയമുള്ളവരെ, അനൗൺസ് ചെയ്യൂ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ മിമിക്രി പ്രോഗ്രാം നടക്കാൻ ചാൻസ് ഇല്ല. സാജൻ്റെയൊക്കെ വണ്ടി ഒരു ചെറിയ അപകടത്തിൽപ്പെടുകയും അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ മിമിക്രി കാർ ഈ സ്ഥലത്ത് എത്തുന്നതല്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ ഇവൻ അപ്പുറത്തെ സ്റ്റേജിൽ നിന്ന് സൈഡിൽ കൂടി ഇത് തുറന്നിട്ട് ഇങ്ങനെ വരാണ്. പിന്നെ പുകയിലറിയാലോ ആക്സിഡന്റ് ആയി കിടക്കുന്ന ആളാ അല്ലേ? നമ്മള് വായു പിടിച്ച ആ വായു വിളിച്ചൊക്കെയാണ് ഈ വന്ന് കയറണത്. പക്ഷെ സാജന് അറിയുന്നില്ലല്ലേ? ഇല്ല, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല. ഓടി എത്തിയാ മതിയല്ല. വേദി കയറി ഒരെണ്ണം അവിടെ കളിക്കുന്നു, രണ്ടെണ്ണം ഇവിടെ കളിക്കുന്നു, മൂന്നാമത്തെ കളിക്കാനൊക്കെ ഓടുന്ന ഒരു സമയമാണ്. അങ്ങനെ ഓടി നടക്കണേ. അപ്പൊ ഇവര് തുടങ്ങി വെച്ചോ, ഞങ്ങൾ എത്തിക്കോളാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഓടാം. അല്ല, ആദ്യമായിട്ട് അനിയൻ മൂലം ചേട്ടന്റെ പള്ളക്കെട്ട് കുത്തി. അതെ അതല്ലേ? ഓക്കെ. എന്നിട്ട് സാജൻ ഓടി കയറും എന്തോ കാണുന്നത്? പിന്നെ ഞാൻ കയറുന്നത് മെക്കിട്ട് കയറുന്നതും മറ്റതും മറിച്ചതും നടത്തിയതുകൊണ്ട് മാനട കൂനട ചേന പിന്നെ എന്തൊക്കെ പറഞ്ഞൊന്നും ഒരു ഇവിടത്തും ഇല്ല. പിന്നെ അവരെ പള്ളിയിലായതുകൊണ്ട് ഒരുപാട് ഉപദ്രവം ഉണ്ടാകാണ്ട് രക്ഷപ്പെട്ടു. അതിനിടയ്ക്ക് സാജൻ ഒന്ന് കരുനാഗപ്പള്ളി വരെ പോയായിരുന്നു. കരുനാഗപ്പള്ളി ഒരു പ്രോഗ്രാമിന് പോയി. പക്ഷേ ഇത് ഈ വന്നിരിക്കുന്ന സാജൻ പള്ളുരുത്തിയാണെന്ന് അവർ വിശ്വസിച്ചു. അതിപ്പോഴല്ല, കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലാ പണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ അറിയപ്പെട്ട് ഇങ്ങനെ കാസറ്റിൽ അറിയപ്പെട്ടിട്ട് വരുന്ന സമയമാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്നെന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഒരു 7-8-9 പേരുണ്ട്. നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചുമക്കണതും, നമ്മൾ തന്നെയാണ് കട്ടം കൊണ്ടേ കെട്ടണതും അടിക്കണതും എടുത്തുകൊണ്ട് പോകുന്നതും. ആരും ഒന്നും സഹായിക്കാനൊന്നുമില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ നയിക്കുന്നെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ആ സമയത്ത് കാസറ്റ് ഇറങ്ങിയേക്കണമുണ്ട്, അതൊക്കെ പോക്കറ്റിലിട്ട് അതൊക്കെ വണ്ടിക്കകത്തിട്ട് ആളുകളെ കാണിക്കുക എന്ന് പറയുന്നതും പുതിയ ഞങ്ങളുടെ കാസറ്റ് ഇറങ്ങിയിട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കണ ഒരു വലിയ ചന്തമുള്ള ഒരു സമയമാണ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് സാജൻ പള്ളൂർത്തി നയിക്കുന്ന മെഗാ ഷോ എന്നൊക്കെ പറഞ്ഞാണ് അന്നത്തെ ട്രൂപ്പ്. നമ്മളാണ് രചനയും സംവിധാനവും നയനവും ഒക്കെ അടിച്ചു വരുന്നവരാ നമ്മളാ മൊത്തത്തിൽ. അപ്പൊ ഇവരാരോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ തന്നെ കാണാൻ വന്നു. എടേ സാജൻ എവിടെയുടെ അത് നമ്മുടെ സുഹൃത്താണ്, ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പയ്യൻ പറഞ്ഞു ഇതായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ മേളിലും മറ്റു ഉള്ളിലിടുന്ന ബനിയാനും ഇട്ട് പാൻറ്റും ഇട്ട് അവിടെ ഇരുന്ന് കട്ടം കെട്ടുക. എന്തുവാടേ നീ പറഞ്ഞത്? സാജൻ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. പുള്ളി സാറേ ആയിരിക്കണത് എന്തുവാണേ സാജൻ, ഇവനാണേ സാജൻ, നീയാണോ സാജന്റെ പേരും പറഞ്ഞു ഇറക്കി, നീയാണോ സാജന്റെ പേരും പറഞ്ഞു നടക്കണത്, ഒറിജിനൽ സാജൻ വിടറാ. ഞാൻ പറഞ്ഞു ഞാനാണ് സാറേ. നീയാണോ സാജൻ പള്ളുരുത്തി? അവനെ ഞാൻ കാണട്ടെ. അവൻ്റെ പേരും പറഞ്ഞ് നീയൊക്കെ എത്ര ആളാണ് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് കളിക്കാൻ തുടങ്ങി. അവിടെ മുതൽ നമ്മൾ തളരണേണ്. കളിച്ച് അതിന്റെ പൈസയും കുറച്ച് കാസറ്റൊക്കെ കാണിക്കണ്ട്. നീ ഒന്നും പറയാൻ നിൽക്കണ്ട, എന്നെ കണ്ടാലറിയാം. നീ അവന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കുറെ അവരന്മാരുണ്ട്, മറ്റാണ് മറിച്ചാണ്. അപ്പൊ അവരെല്ലാരും കൂട്ടുകാർ പിള്ളേരൊക്കെ വന്ന് പറഞ്ഞു ഇല്ലേ സാറേ ഇങ്ങനെ പുള്ളിയാണ്, ഇങ്ങനെ പുള്ളിയുടെ കാസറ്റാണിത്. അല്ലല്ല, പുള്ളിനെ നമുക്കറിയാം, പുള്ളിനെ നമ്മളോട് കൂടിയിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ് അവന്റെ പ്രോഗ്രാം. അത്ര നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ. നമ്മൾ അന്ന് ഈ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു സമയമാണിത്. എത്ര പറഞ്ഞിട്ടും അനുസരിക്കാണ്ട് വരുമ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് നടന്നത് നടന്നു, മേലാലിഞ്ഞ് ആ പേരും പറഞ്ഞ് ഇനി നടന്നാൽ കേൾക്കണ്ടല്ലോ ഒരു 500 രൂപ വന്ന് കുറവായിരിക്കും. അതും കുറച്ച് ഒരു ഭീഷണിയും തന്ന് നേരെ ഞങ്ങള് തലക്കടിയും വേണേ ഒരു കുത്തും ഉപദ്രവിക്കണല്ല. പക്ഷെ ആ കുത്തു വാക്കുകൾ നമ്മൾ അംഗീകരിക്കാതെ പോയ ആ ഒരു സന്ദർഭം ഭയങ്കര ഭീകരമാണ്. അന്ന് കരുനാഗപ്പള്ളിക്കാരെ കേട്ടോണ്ടിരിക്കും. കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലും കേൾക്കൂല്ലോ. അതെ. അപ്പോ കൊടുങ്ങല്ലൂർ വെച്ചാൽ ഇതുപോലൊരു സംഭവം പ്രതിദിനം ഉണ്ടായി. ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയത്, ഒരു സ്കൂളിന്റെ ശതാബ്ദി അത് തന്നെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ചു.
അപ്പോൾ അന്ന് കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആ കൂട്ടത്തിൽ എന്നെ വിളിച്ചു. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം എന്നെ ക്ഷണിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകൻ വിളിച്ചുകൊണ്ടിരുന്നു, സാറേ നമ്മൾ ഭയങ്കര ഫാനാണ്, ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആകെ സന്തോഷമായി. ചെറിയ കാര്യമല്ല അല്ലേ, നമ്മളൊന്ന് ഭയങ്കര വല്ലാണ്ട് വിജൃംഭിതനായി പോയി എന്ന് പറയില്ലേ. അതെ അതെ. അപ്പൊ അങ്ങനെ പോവാൻ പറ്റും. ഇപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ചെയ്യണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ അപ്പൊ നമ്മുടെ കൂടെയുള്ള ആളെ കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യിക്കാറ്, ആളെങ്ങനെ മാറ്റിയിരുത്തും. അങ്ങനെ സാധാരണ ടീഷർട്ടൊക്കെ ഇട്ട് അവിടെ ആ പരിസരത്ത് എത്തുമ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെ കയറലാണ് പതിവ്. അന്ന് ഈ സ്ഥലം പരിചയമില്ലാത്തതുകൊണ്ട് ആ സ്കൂളിന്റെ തൊട്ടടുത്ത് ചെന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഈ പരിസരം ഇത് തന്നെ. ഇനിയിപ്പോൾ അങ്ങോട്ട് മാറാൻ സമയമില്ല, ഞാൻ സൈഡിൽ മാറി നിർത്തി എവിടെയെങ്കിലും ഒന്ന് മാറുക എന്നുള്ള പരിപാടി നടക്കുള്ളൂ. അങ്ങനെ അങ്ങോട്ട് കയറി സ്കൂളിന്റെ കോമ്പൗണ്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ആ സാറ് വന്നു. ഹലോ മിസ്റ്റർ പ്രദീപ് പള്ളുരുത്തി എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളെ വിളിച്ചിട്ട് പോയി. അങ്ങേരെ അവിടെ പോയിട്ട് കാര്യം അവൻ വേറെ കാര്യം ഉണ്ടിട്ടാ, അവൻ നല്ല ബെൽ ഡ്രസ് ഇട്ടേ വന്നവനാ. ഇങ്ങനെ ഡ്രസ് മാറാൻ നിൽക്കുന്ന ആളാണ് അവൻ. ബെൽ ഡ്രസ് ഇട്ടേ വരുള്ളൂ കൂടെ. പുള്ളി അവിടെ പോയി പുള്ളി കശുവണ്ടിയും ചായ ഒക്കെ കുടിക്കും. കശുവണ്ടി ചായയൊക്കെ പുള്ളി കുടിച്ചു. ഞാൻ അവിടെ ചെന്ന് നിന്നു. അപ്പൊ എനിക്കും ചായ തന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പറഞ്ഞു നമുക്ക് സ്റ്റേജിലേക്ക് കയറാം എന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് കയറാന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ചേട്ടൻ വന്നോളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ വന്നോളൂ? ഏത് ചേട്ടൻ? ഇതാണ് പ്രദീപ് പള്ളുരുത്തി എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അവസ്ഥ അറിയാലോ, അതായത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയും പ്രേക്ഷകർക്ക് ഒരു പാരഡിയും കൂടെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ രണ്ടുപേരുടെ ചേർന്ന് ഇപ്പോഴത്തെ ഒരു കാലത്തിന്റെ പ്രത്യേകത അന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത മറ്റൊരു പാട്ട്. തീർച്ചയായിട്ടും. രാഷ്ട്രീയക്കാരുടെ ഓട്ടം, കാശു വാങ്ങി കാലുമാറ്റം, പാർട്ടി പേരിൽ നാടു മൊത്തം വിളയാട്ടം, ജനങ്ങളെ ഞെക്കി പിഴിയാനാക്രാന്തം. രാഷ്ട്രീയക്കാരുടെ ഓട്ടം, കാശു വാങ്ങി കാലുമാറ്റം, പാർട്ടി പേരിൽ നാടു മൊത്തം വിളയാട്ടം, ജനങ്ങളെ ഞെക്കി പിഴിയാനാക്രാന്തം. അബ്കാരി പിച്ചതരും പച്ചനോട്ട് വാങ്ങിയവർ, അബ്കാരി പിച്ചതരും പച്ചനോട്ട് വാങ്ങിയവർ, ഇഞ്ചി നിന്ന കൊരങ്ങനെ പോൽ 5 കൊല്ലം ഭരിച്ചിടുന്നു. അബ്കാരി പിച്ചതരും പച്ചനോട്ട് വാങ്ങിയവർ, ഇഞ്ചി തിന്ന കൊരങ്ങനെ പോൽ 5 കൊല്ലം ഭരിച്ചിടുന്നു. തഞ്ചത്തിൽ നോട്ട് തേണ്ടി വീണ്ടും വീണ്ടും ഇവർ നാട്ടാരെ വെട്ടിലാക്കാൻ ഓടി വരുന്നു, വീണ്ടും ഓടി വരുന്നു. എനിക്ക് പഴയൊരു ഓർമ്മയുണ്ട് സാജന്റെ കാര്യത്തിൽ. അതായത് ഞാൻ ഏഷ്യാനെറ്റിലുള്ള സമയത്ത് കലാഭവൻ മണി മനോഹര ഒരു ഇന്റർവ്യൂ സാജൻ നടത്തിയിട്ടുണ്ട്. ഉത്സവമണി എന്നായിരുന്നു എന്റെ പേര്. നല്ലൊരു അഭിമുഖമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോ ഈ കലാഭവൻ മണിയായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയായിരുന്നു? ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകളിൽ കുറച്ച് 3-4 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കുറെ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മിമിക്രിക്കാരോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. എല്ലാവരോടും എല്ലാ കാര്യം ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അനുഭവിച്ചു വളർന്നേക്കണ കൊണ്ട് അത്തരം കഷ്ടപ്പാടുകൾ ആർക്കാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവും കരുത്തുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച. കാര്യം ഏത് സ്ഥലത്ത് ഏത് സ്ഥലത്ത് ഇറങ്ങിയാലും ഇപ്പൊ ശ്രീലങ്കയാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അവിടെയൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഹിറ്റ് സിനിമകൾ തമിഴ്നാട്ടിലുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഈ താരങ്ങളുടെ ഒപ്പം മണിയും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പാട്ട് പാടുക, ഇളക്കി മറിക്കുക, അങ്ങനെ ഇതര കലകളിലൊക്കെ ഈ ആള് ചെറിയ മിമിക്രിയിൽ നിന്ന് തീർച്ചയായിട്ടും. ഞാൻ ശരിക്കും മണിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ തൂശുമ കൂന്താരോ എന്ന് പറഞ്ഞിട്ട് കാസറ്റാണ് ആദ്യം ഉണ്ടാവുക. അത് തൊട്ട് അദ്ദേഹത്തിന്റെ 6 വർക്കുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ആ വർക്കുകൾ പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിൽ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം മ്യൂസിക് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, 10ാം ക്ലാസ് ഗുസ്തി എന്ന് പറഞ്ഞിട്ട്. MLA മണി 10ാം ക്ലാസ് ഗുസ്തിയും അതിനകത്ത് പാട്ട് പാടും. 2 പാട്ട് അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒപ്പം കാസറ്റുകളിൽ, അദ്ദേഹത്തിന്റെ ഹിറ്റ് കാസറ്റുകളിലൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. നിക്കടമണി നടക്കോടോ പടക്കോട്ടായാലും അതുപോലുള്ള അതിനകത്തൊക്കെയാണ് ഈ കണ്ണിമാങ്ങിയും പരിപാടിയൊക്കെയാണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ അത് ഹിറ്റാണെങ്കിൽ ചിലവർ കയറി ചെയ്ത് കളയും. മണിയുടെ പാട്ടിലെ സാജിന് ഏറ്റവും ഇഷ്ടമുള്ള ഏതായിരുന്നു? കാര്യം നമുക്ക് ഈ നാടൻ പാട്ടിന് വേറൊരു
രീതി കൊണ്ടുവന്ന ആളാ അദ്ദേഹം. അതെ, അതെ, അതെ. അതിൽ നാടൻ പാട്ടിന് ഇത്ര ഒരു അംഗീകാരം നേടിക്കൊടുത്ത മറ്റൊരാൾ കേരളത്തിലില്ല. ഇന്നത്തെ നാടൻ പാട്ട് കലാകാരന്മാർക്ക് ഒരു ഊർജം നൽകി, ഒരു അന്തസ്സും ഒരു കൊടുത്തത് സർട്ടിഫിക്കറ്റും കിട്ടി. ഉറപ്പായിട്ടും കലാഭവൻ മണിയാണ് അതിന്റെ ആള്. അതില് അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർക്കാൻ നമുക്ക് നല്ലത്, ആരോരുമാകാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്ന വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരോരുമാകാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്ന വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറ് അങ്ങനെ പോയി ഇപ്പോഴത്തെ ട്രെൻഡിൽ. അതേ ആ ട്രാക്ക് ഇട്ടിട്ട് ആ വഴിക്ക് തന്നെ ഇത് കടന്നു പോകും. പിന്നെയും നമുക്ക് തിരിച്ചു വരാം. പിന്നെ സാജൻ ഒരു ഓട്ടം തുള്ളലുണ്ടല്ലോ, ജയറാം അഭിനയിച്ച പടത്തിന്. അതേ ഞാൻ എഴുതിയ നേരത്തെ പറഞ്ഞ ആശകൾ തമാശകളിനകത്ത് ഓരോരുത്തരെ കുറിച്ചും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ജയറാമേട്ടന്റെ അതൊരു പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഉണ്ടായതാണ്. കാരണം ആടുംപുലിയാട്ടം എന്ന സിനിമയുടെ 100ാം ദിവസം ആഘോഷിക്കാൻ ആലപ്പുഴയിൽ നിൽക്കുമ്പോൾ ഞാൻ ആ പരിപാടിയിലുണ്ട്. അപ്പം എന്തൊരു വെറൈറ്റി ചെയ്ത് ജയറാമേട്ടനൊക്കെ ഇരിക്കുകയാണല്ലോ, എപ്പോഴും കാണിക്കുന്ന പരിപാടി തന്നെ കാണിക്കാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ പ്രോഗ്രാം തുടങ്ങി. അപ്പം ഞാനൊരു പേപ്പറും പേന എടുത്തിട്ട് നമ്മുടെ സഹപ്രവർത്തകരോട് കൂടെയുള്ളവരോട് ചോദിച്ചേട്ടാ ഇത് ഇങ്ങനെയുണ്ട്, കൊള്ളാമോ, കുഴപ്പമുണ്ടോ? വേറെ ഒന്നുമല്ല, ജയറാമേട്ടൻ്റെ കുറേ സിനിമകളുണ്ട്, അതിലെ കുറച്ച് ഭാഗങ്ങൾ. അപ്പം അത് ഇങ്ങനെയാണ്. പാർത്ഥം കണ്ട പരലോകത്ത് സൂപ്പർമാന്റെ പാവക്കൂത്ത്, കിളിക്കാമ്പെട്ടി മാളൂട്ടി നീ വൃദ്ധന്മാരെ സൂക്ഷിക്കണം, 5-ലൊരാളിൽ അർജുനനാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ, ഞാനും എൻ്റെ ഫാമിലിയും ഇവർ ഞങ്ങളുടെ വീട്ടിൽ അതിഥികളാണ്, സർക്കാർ ദാതാ ഉത്തമനാണ്, ചൈന ടൗണിൽ മേക്കപ്പ് മാന. ഇങ്ങനെ പോകുന്ന അദ്ദേഹത്തിന്റെ അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ 10, 100, 160 പേര് ഞാൻ എഴുതിയിട്ട് ഈ താളത്തിൽ അങ്ങോട്ട് ചൊല്ലി. ഇത് തന്നെ ചാക്കോച്ചന്റെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ ജലോത്സവത്തിന്റെ നാട്ടുകാരനാണ് അല്ലേ? അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ജലോത്സവമാണ്. അപ്പൊ വള്ളംകളിയുടെ ഇനം തന്നെ ആകട്ടെ എന്ന് കരുതി രാമന്റെ തോട്ടത്തിലെ പ്രേം പൂജാരി മല്ലു സിംഗ് കുട്ടനാടന്മാർ പാപ്പയുടെ സ്നേഹിതനല്ലേ, ഗുലുമാലു കൊന്തയും പൂണൂലും പോളിടെക്കിനിക്കുല്ലോ പോയിന്റും അറിയുന്ന ശിക്കാരി ശംഭു, ഓദിത്തിത്താരാദിത്തിത്തോ ഷാജഹാനും വരിക്കുട്ടിയും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി വരുന്നുണ്ട്, വർണ്ണത്തിലൊരാശങ്ക വേണ്ട, മേക്കപ്പന്റെ കസിൻ സാമ്പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച എൽസമ്മ കുട്ടിയുമായി ട്രാഫിക്കിൽ പെട്ടു, ഇതെല്ലാം ഓരോരുത്തരുടെ സിനിമ കണക്ഷൻ ഉണ്ട് അല്ലേ? അതിനകത്ത് കഥാംശമൊക്കെ ഉണ്ട്. അങ്ങനെ കവിത പോലെ പോണം, എന്നാലും ഇത് കേൾക്കാൻ രസം. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ പേരുകൾ മാത്രം പ്രധാനമായിട്ട് മാറി നിൽക്കും. കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വന്നു. കുട്ടേട്ടാ. സാജൻ പള്ളുരുത്തി, താങ്കളോട് കുട്ടേട്ടന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ 2 സുഹൃത്തുക്കൾ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നൈയിലേക്ക് ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ ഒരു സംഭവമുണ്ടല്ലോ, എന്തായിരുന്നു അത്? സിനിമാ മോഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴാണ് നമ്മുടെ സിനിമ വീട്ടുമുറ്റത്തും അടുക്കളയിലും വഴിവെക്കിലും പുറത്തേക്ക് പോയ ഷൂട്ടിംഗ് ഇഷ്ടം പോലെ കാണാം. ഒരു സിനിമാ നടനെ കാണുക, സിനിമയിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരുപാട് കാലം സൂര്യചന്ദ്രന്മാർ ദർശിച്ചിട്ടുള്ള ആളുകൾ സ്വപ്നമായിട്ട് മദ്രാസിൽ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു അത്ഭുതമായിട്ട് ഈ സിനിമ നിന്നിരുന്നതാണ്. ഇപ്പം അത്ഭുതമല്ല, നമുക്ക് മുമ്പിലായി, എല്ലാം നമ്മുടെ മുമ്പിൽ കാണാം. അപ്പം സിനിമയിലൊരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാ പോകാത്തത്? അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ മടിയുള്ളത് കൊണ്ട് വേറൊരു കൂട്ടുകാരനെയും കയറ്റിക്കൊണ്ട് ഇവർ എറണാകുളത്തുനിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എൻ്റെ കൂടെ വരണം, മറ്റൊന്ന് എന്തായാലും എനിക്ക് അവിടെ ചെല്ലണം, നാളെ അവിടെ ചെന്ന് ഒന്ന് പരിചയപ്പെട്ട് വന്നാലേ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, നാളെയാണെങ്കിൽ പോകുന്നെങ്കിൽ ട്രെയിൻ ചിലപ്പോൾ സ്ലോ ആയി പോയാൽ അല്ലെങ്കിൽ എവിടെയും കിടന്നു പോയി എൻ്റെ ചാൻസ് പോകും, അതുകൊണ്ട് നീ വന്നോന്നും പറഞ്ഞ് ഇവനെ തീറ്റിപ്പോറ്റി കൊണ്ടുപോകണേണ്. രണ്ടുപേരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ആദ്യമായിട്ടാണ് മറ്റവൻ പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം, പ്ലാറ്റ്ഫോം എടുത്തു വെച്ചു, അതുപോരാ കയറാനുള്ള ടിക്കറ്റ് എടുക്കണം, അതും എടുത്ത് അപ്പോൾ കിട്ടി. അതൊക്കെ കയറി അകത്തി വന്നപ്പോൾ മറ്റവൻ നോക്കിയപ്പോൾ പറഞ്ഞു വിടാ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ പോലും ഒരു സീറ്റില്ലടാ. എങ്ങനെ നിന്ന് പോകാനാണ്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ട്രെയിൻ വരും. അവൻ്റെ വിചാരം ഇത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ വേറൊരു ട്രെയിൻ ഉണ്ടെന്നാ. പിന്നെ നേരം വെളുത്തിട്ടേ ഉള്ളൂ, അത് അവിടെ ചെല്ലുമ്പോൾ ഏത് നേരം അവൻ പറഞ്ഞു ഇവിടെ കുഴപ്പമില്ലടോ, ബാത്റൂമൊക്കെ ഇല്ലേ, നമുക്ക് അവിടെ ഇവിടെയൊക്കെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുക, പിന്നെ എനിക്കിരിക്കാനൊരു സ്ഥലം കിട്ടിയാൽ ഞാൻ അവിടെ ഇരിക്കാൻ, എന്നിട്ട് നിനക്കിരിക്കാൻ തരുമ്പോൾ ഞാൻ മാറി തന്നാൽ മതി, അതൊക്കെ നല്ലടാ, അങ്ങനെയൊക്കെ പോകണോടാന്നൊക്കെ പറഞ്ഞു. 10 മണിക്കൂറുണ്ടാ ബന്ധ, അവർ എത്തണ്ടടാ 10-12 മണിക്കൂർ, കുഴപ്പമൊന്നുമില്ല നീ കയറ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് അന്വേഷിക്കാം. ഞാൻ ആൾക്കാരോട് ചോദിക്കട്ടെ, ചിലപ്പോൾ പാലക്കാടൊക്കെ എത്തിയുമ്പോൾ കുറേ പേര് മാറൂടാ, പിന്നെ കറുത്ത് കോട്ടിട്ട് വന്ന ആളോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു, സാറ് മദ്രാസ്, നിങ്ങൾ മദ്രാസ് എല്ലാം മദ്രാസ്, ഒറ്റ സീറ്റ് ഒഴിവില്ല. ഇവൻ പറഞ്ഞടാ മദ്രാസിലാണ് എല്ലാവരും, ഈ ഡ്രൈവർ വരെയും മദ്രാസിലാണ് പോയി ഇറങ്ങണത്, അല്ലാണ്ട് ഈ ഒറ്റ എണ്ണം ഒരു മാർഗവും ഇല്ലട്ടാ, രക്ഷയില്ലെന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് നാളെ പോവാം
വേണ്ട 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 മദ്രാസിലാണെങ്കിൽ നമുക്ക് അത് നുണ പറഞ്ഞേയിരിക്കും എന്നും പറഞ്ഞു. ഇവൻ പറഞ്ഞു എന്താ ചെയ്യുക, വീട്ടിൽ നിന്നാണെങ്കിൽ പറഞ്ഞ് പുറപ്പെട്ട് പോരുകയും ചെയ്ത് ചെന്നില്ലെങ്കിൽ ആ ചാൻസ് പോവുകയും ചെയ്ത് ഗോൾഡൻ ചാൻസ് ആയിരിക്കും, ദൈവം വഴിമുടക്കി നിൽക്കണേ നോക്കട്ടെ എന്നും പറഞ്ഞ് ഇവൻ പറഞ്ഞ് പെട്ടെന്ന് ഇവൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാനത് നോക്കാം എന്നും പറഞ്ഞ് ഇവൻ അവിടെ വന്ന് പാമ്പെന്ന് അങ്ങോട്ട് പറയലും കമ്പാർട്ട്മെന്റിലുള്ള എല്ലാം ബാഗും തലണിയൊക്കെ എടുത്തിട്ട് ഒറ്റ ഓട്ടമാണ്. പിന്നെ ആ ഏരിയ നിന്നിട്ടില്ല, ഒക്കെ പോയി കളഞ്ഞു. പാമ്പ് 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 പാമ്പെന്ന് പറഞ്ഞ് ഒക്കെ ഇറങ്ങി ഓടിക്കളഞ്ഞപ്പോ ഇവനും കൂട്ടത്തിൽ ഓടി. അവനെ പോയി ഇവൻ വിളിച്ചുകൊണ്ട് വന്നു. അതൊക്കെ എൻ്റെ ഒരു ഐഡിയ, പാമ്പുമില്ല ഏണിയില്ല ഒന്നുമില്ല, നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ, എല്ലാ സീറ്റും ഉണ്ട്, ഉച്ചവരെ ഇവിടെ കിടക്ക്, അത് കഴിഞ്ഞ് അവിടെ കിടക്ക്, മോളിൽ കിടക്ക്, നമുക്കുള്ളതാണ് ഈ സീറ്റ്, ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ് കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന 2 സാധനമൊക്കെ എടുത്തടിച്ച് രണ്ടുപേരും സ്വപ്നം കണ്ട് നേരെ കിടന്നുറങ്ങുന്നു. കണ്ണു തുറക്കുന്നു. തമിഴ്നാട്, ഇതാണ് മദ്രാസ്, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നീറ്റാകുക, വാഷൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പായി കഴിഞ്ഞിട്ട് അടുത്ത് കണ്ട പോലീസുകാരൻ നമുക്ക് ചോദിച്ചു നോക്കാം, സാറിങ്ങേ കോടമ്പാക്കം എങ്കിൽ കോടമ്പാക്കോ, എന്ത് കോടമ്പാക്കം, എടാ മലയാളിയാടാ എന്ന് പറഞ്ഞു. സാറ് മലയാളിയാടാ, രക്ഷപ്പെടാ സാറേ, ഞങ്ങള് പിന്നെ എറണാകുളത്ത് നിന്ന് വരികയാണ്, അപ്പൊ കോടമ്പാക്കം ഇതാടാ എറണാകുളം. അല്ല സാർ ഞങ്ങൾ ഈ ട്രെയിനാണ് വന്നത്. എടാ ഇതിനകത്ത് ഇന്നലെ പാമ്പുണ്ടെന്നും പറഞ്ഞിട്ട് ഈ ബോഗി കട്ട് ചെയ്തിട്ട് അത് ഇന്നലെ പോയി എനിക്ക് ഇത് ഇവിടെ കിടപ്പാണെന്ന്. ഇത് പോയിട്ടില്ല, ഇത് അവിടെ കിടക്കണേ, മറ്റത് ഇന്നലെ പോയി. അത് മദ്രാസിലെത്തി. അപ്പൊ ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ സൂപ്പറായിരുന്നാലും അല്ലേ, അത് കിടിലൻ കേസായി. പ്രദീപ്, ഈ സിനിമയിൽ കുറച്ച് പാട്ടുകളെ പ്രദീപ് പാടിയുള്ളെങ്കിലും പാടിയ പാട്ടുകൾ പ്രദീപിന് സ്റ്റാമ്പായി. കാരണം ചിലപ്പോൾ ചില ആൾക്കാർ ഒരു പാട്ടേ പാടും, പക്ഷെ ആ പാട്ടുകൊണ്ട് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്കെച്ച് എഴുതാൻ പറ്റും അല്ലേ. പക്ഷേ ഈ ബാർബറ ബാലന്റെ കഥയ്ക്ക് ശേഷം പ്രദീപിന്റെ തിരക്ക് കൂടിയല്ലോ, ഉറപ്പായിട്ടും അല്ലേ. ഉറപ്പായിട്ടും ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏത് പടമായിരുന്നു? പിന്നെ എനിക്ക് ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റും. ഞാൻ സാറേ 135 സിനിമ പാടിപ്പോ. പാടിയല്ലേ? 135 പടം പാടിയെന്ന് ഞാൻ കണ്ടാ പറയത്തില്ല അല്ലേ. 135 പടം പാടിയ ആൾ ഇങ്ങനെയാണോ ഒന്ന് നിവർന്ന്? എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? 135 ഫിലിംസ് അല്ലേ? വേണ്ടെന്ന് വിചാരിച്ചല്ലേ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ജാട. ഇതിൽ ഏറ്റവും ആൾക്കാർ പാടി നടന്ന പാട്ട് ഏതായിരുന്നു? എന്റെ പാട്ടുകളിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത പാട്ട് വ്യത്യസ്തനാണ്. ബാലനാണ്. രാജമാണിക്കൊക്കെ ഹിറ്റുകളാണ്. അണ്ണൻ തമ്പി, അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ, അതായത് ഒരു 10-25 പാട്ടുകളെങ്കിലും ഹിറ്റുകളുണ്ട്. പക്ഷേ പലപ്പോഴും സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു പ്രത്യേക ജോണറിൽപ്പെട്ട പാട്ടുകളാണല്ലോ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. അതിന് വിപരീതമായിട്ട് ഒരു പാട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ബിജിപാൽ മ്യൂസിക് ചെയ്തൊരു പടം, ഠമാർ പടാർ എന്ന് പറഞ്ഞ സിനിമ. ആ പാട്ട് ഞാൻ സാറിന് പാടിയിരുന്നു. അത് എന്റെ കൂടി ആവശ്യമാണ്. നീയില്ലാതെ ജീവിതം വേണ്ട പെണ്ണേ വേണ്ട, മറുപകുതിതെന്നും നീയല്ലേ, ഓടിപ്പോകും കാറ്റിലെ പൊടിമഴ മാതിരി എന്നെ നീ തനിച്ചാക്കിടല്ലേ ഇങ്ങനെ, ഞാനും നീയും ചേർന്നാൽ പാലും തേനും പോലെ മധുരിതമായി ഇളകിയൊഴുകും ഒരു പുഴയായി നിറയുമിവിടെ, നീയില്ലാതെ ജീവിതം വേണ്ട പെണ്ണേ വേണ്ട, മറുപകുതിതെന്നും നീയല്ലേ. വ്യത്യസ്തനാം ഒരു ഗാനം തന്നെ. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അതെങ്ങനെ പോന്നു? അത് നന്നായിട്ട് തുടങ്ങിയോ? അല്ല, എന്നെ കാണുമ്പോൾ സാധാരണ നമ്മൾ ചെണ്ട കൊട്ടാറുണ്ടാന്ന് ചോദിക്കണത്. പക്ഷേ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ചെണ്ട കാണാറുണ്ടാ എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട് സമകാലീന സംഭവങ്ങൾ. ഇപ്പൊ നമ്മൾ എന്ത് അവതരിപ്പിച്ചാലും സാമൂഹികമായിട്ടുള്ള ചില വിഷയങ്ങൾ അതിനകത്ത് വരും. നമ്മൾ തന്നെ കഥ, തിരക്കഥ, അതിന്റെ സംഭാഷണം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ കാശ് മുടക്കി നമ്മൾ സെറ്റപ്പ് ആക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് നമുക്ക് എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. കൂടും ഈ പരിപാടിയോട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നു. അത് ചെണ്ട അടിച്ചു തുടങ്ങിയിട്ടുണ്ട് സാജൻ. അപ്പൊ ഈ കെ കുറച്ച് കൂട്ടണം, ഒരു 350 കെ കിടക്കട്ടെ. അതെ അതെ, യൂട്യൂബിൽ നിന്ന് വല്ല വരുമാനം കിട്ടും. അതെ അതെ. അപ്പൊ നമ്മൾ ഈ മാവച്ചൊരു കളി ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സംസാരിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് ആ പരിപാടിയാണ്. അന്ന് മകാരം മാത്യുവായിട്ട് പരിചയമുണ്ട്. മകാരം മാത്യുവിനേക്കാൾ കൂടുതൽ എനിക്കിത് പരിചയപ്പെടുത്തി തരുന്നത് 1996 ആ ഒരു സമയത്ത് ഷമ്മി ചേട്ടൻ എന്റെ പരിപാടി ഷമ്മി തിലകം കാണുകയും അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു പിന്നെ ഞാൻ കുറെ കാലം അദ്ദേഹത്തിന്റെ സുഹൃത്തായി, നമ്മുടെ ജ്യേഷ്ഠനെ പോലെയാണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ആശ്രമ അമ്പലയില്ലേ അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഷമ്മി ചേട്ടൻ കാണുകയാണ്. കണ്ട് എന്നോട് പറഞ്ഞു നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അപ്പൊ അത് റെഡിയാക്കി വെക്കാൻ നമ്മൾ അടുത്ത മാസം നമ്മൾ പോവുകയാണ്. പക്ഷെ അത് സാധാരണ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, അവര് പറക്കുന്നതും ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് പുള്ളി എന്നെ ഇന്ന് പാസ്പോർട്ട് എടുപ്പിച്ചു, അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അതായിരുന്നു അദ്ദേഹമാണ് എന്നെ ഈ മകാരം മാത്യുവിന്റെ ഈ പ്രോഗ്രാം കാസറ്റ് എനിക്ക് ഇട്ട് കാണിച്ചു തരുന്നത്. അദ്ദേഹം സംസാരിക്കണമെന്ന് കേട്ടിട്ടില്ലേ, ഇത് മകാരം മാത്യു എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ നിന്റെ സംസാരത്തിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് നിനക്ക് ഇത് ചെയ്യാൻ പറ്റൂലേ. അപ്പൊ ഞാൻ കുറെ സ്പീഡിൽ സംസാരിക്കണതൊക്കെ ഇദ്ദേഹം പല വഴിക്ക് കേൾക്കുന്നുണ്ട്.
പ്രോഗ്രാമിൽ. ആ. അപ്പൊ ഇതൊന്ന് പഠിക്കാൻ പറ്റൂല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു റൂട്ടിലിട്ട് ഇത് മനനം ചെയ്തിട്ട് അങ്ങനെ അവതരിപ്പിക്കാം, അങ്ങനെ അവതരിപ്പിച്ചാൽ മതി. ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോയത് MG സോമേട്ടൻ്റെ ഒപ്പം ജർമ്മനിക്കുള്ള യാത്രയും സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര. അപ്പോൾ സോമേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. കുഞ്ചേട്ടൻ, സോമേട്ടൻ, വീടി രാജപ്പൻ, ഞങ്ങൾ ഇങ്ങനെ, പിന്നെ എൻ്റെ 2-3 പറക്കോടുള്ള 2-3 സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. 5-6 പേര് മാത്രം പോകുന്നു. അന്നാണ് സോമേട്ടൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു പയ്യനാണിവൻ എന്നും പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, എനിക്ക് അദ്ദേഹം ഭയങ്കരമാണ്. ഇവന്റെ പേര് സാജൻ, നീ ആ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സോമേട്ട വളരെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റാതെ പറയണ്ടേ, മതി സിനിമയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്ക്. അന്ന് 15 മിനിറ്റ് എടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ ആ ശരിക്കും പറഞ്ഞാൽ ഈ 19 പേജ് എങ്ങനെ പറഞ്ഞാലും ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ അത് തീർന്നു പോകും. നമുക്കൊരു സാമ്പിൾ പിടിക്കട്ടെ. സിനിമ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് മതി. 3 മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മാധവനായി, മധ്യവയസ്കനായി, മാതൃകപുരുഷനായി, മദ്യപാനിയായി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന 3 മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞളി വിരിഞ്ഞ മല്ലലിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിനായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മറിമായമാണ് മലയാള സിനിമയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മമ്മൂട്ടി മാത്രമല്ല, ഒത്തിരി മകാരകാര്യമുള്ള മലയാള സിനിമയുടെ മധുബാൽ, മധുമോഹിനി, മാധവൻ, മധുബാല, മാധുരി, മാധവി, മന്ദാകിനി, മണിരത്ന, മനുഷ്യ കുരള, മാധവൽക്കരൻ, മനോജ് മഞ്ജുള, മഞ്ജു വാര്യർ, മേനക മാനസർ, മണിയമ്പള രാജു, മീനാമിനി, മിമ്മിനി, മള, മാംകോയ, മോഹൻലാലി, മോഹൻരാജ്, മുകേഷ്, മാളൂട്ടി, മമ്മൂട്ടി മുതൽ മച്ചാൻ പറയീസ് വരെ എത്തിക്കുന്നു. മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ്. മുതലാളി, മായാവി, മുടിയനായ പുത്ര, മാനിശ്രീ, വിശ്വാമിത്ര, മനുഷ്യൻ, മനുവങ്ങൾ, മറ്റൊരു കർണൻ, മുരടൻ, മാർത്താണ്ഡർമ്മ, മലമുകള ദീപം, മംഗളമീട്ടിൽ, മാനശേശ്വരി കുത്തം, നഗരത്തിൽ മയൂർ നൃത്തം, മേലെപ്പറമ്പിൽ, ആൺവീട്ടിൽ, മഴയത്തും വിധുരം, മണ്ണിന്റെ മുകളിൽ മണിമാണിക്കോളി എന്ന് പറഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് മദരോത്സവം, മന്മത്സരങ്ങൾ, മഴവിൽ കാവടി, മഴവിൽ കൂടാരം, മാൻ ഓഫ് ദ മാച്ച്, മുക്കില്ലാത്ത മുറിമുക്കൻ രാജാവ്, മുദ്ര മാൻപടമട, മാട്ടി മൂടുപടം, മണിയറ, മാമംഗം, മാനവധർമ്മ, മാന്യമഹചരങ്ങളെ മാതൃഭൂമിക്ക് വേണ്ടി മടിയത് മുറിച്ച് മണിച്ചപ്പുറത്തുമ്പോൾ മിസ്പാമിലെ മാമലക്കപ്പുറത്ത് മഴവിയെന്ന് മദ്ദളം കൊട്ടുന്നു, മന്ത്രി മാളികയിൽ മനസ്സമ്മതം, മാസ്മരം, മുറുക്കൻ, മിമിക്സ് പരേഡ്, അങ്ങനെ മമ്മിയൻ, മോസാൻ ഗേറ്റ്, മീശ മാധവൻ, മായാമോഹിനി, പിന്നെ കുറേ അങ്ങ് പോകും. തെറ്റാതെ പറയാന്ന് വെച്ചാൽ ചെറിയൊരു കഴിവല്ലേ? അത് കുറേ വർഷങ്ങളായിട്ട് അതിന്റെ പ്രചോദനം ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് പൈസ വേണ്ടേ? നമുക്ക് 1 കോടിക്ക് വേണ്ടി മത്സരിക്കണ്ടേ? അതൊക്കെ മറന്നുപോയി. വന്ന കാര്യം മറന്നുപോയി. ഓക്കെ, വന്ന കാലത്ത് തന്നെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് കാലം ഇറക്കി വെക്കാം, നമുക്ക് മത്സരത്തിൽ കിടക്കാം. 1 കോടിക്ക് വേണ്ടിയുള്ള മത്സരമാണ്. നിങ്ങൾക്ക് 3 ഹെൽപ്പ് ലൈൻ ഉണ്ട് ഇവിടെ. അന്ന് സാജൻ വന്നപ്പോഴുള്ള നിയമത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. 3 പേര്, ഒന്ന് കുട്ടേട്ടനാണ് നിങ്ങളെ സഹായിക്കുക. മറ്റൊരാള് എന്ന് പറയുന്നത് രസലയ്യ കുമാർ, ഡോക്ടറാണ്. മറ്റൊരാൾ PC രാജു. PC രാജു എന്ന് പറഞ്ഞാൽ അങ്ങനെ PSC പരീക്ഷ എഴുതിയാൽ തോറ്റുപോകും. പക്ഷെ അങ്ങനെ ജനറോളജിന്റെ ആശാന. ഈക്കെയാണ് അങ്ങനെ സംഭവം. അപ്പൊ നമ്മൾ 1 കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരം ആരംഭിക്കുന്നു. പ്രദീപ് പള്ളുരുത്തി, സാജൻ പള്ളുരുത്തി, 2 പള്ളുരുത്തിമാരും. ബി കെയർഫുൾ. പള്ളുരുത്തി വേഴ്സസ് പള്ളുരുത്തി. ഓക്കെ, റെഡി? ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. ഇതൊരു കുസൃതി ചോദ്യമാണ്. 3 ചിറകുള്ളൊരു വവ്വാൽ നമ്മുടെ വീട്ടിലുണ്ടാകും. അതാരാണ്? GK വെച്ചൊന്നും ആലോചിക്കരുത്, ജനറൽ നോളജ് ഒന്നുമായിട്ട് ബന്ധമില്ല. ഇതൊരു കുസൃതി ചോദ്യമാണ്. ഞാൻ പറയട്ടെ സാറേ? ഫാൻ. ആരാ പറഞ്ഞത് സാജന് വിവരമില്ലെന്ന്? ഞാൻ ചോദിക്കാം. ഉയരമില്ലെന്നാ സാറേ, ഉയരമില്ലെന്നാ. ഇത് ആരാ പറഞ്ഞത്? രണ്ടാമത്തെ ചോദ്യം 20,000 രൂപയുടെ ചോദ്യം, 20,000. സാജൻ, പ്രദീപ്, സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്കൊരു സ്റ്റില്ല് കാണാൻ പറ്റും. 3 ചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന മലയാള സിനിമാ ഗാനം, ഒരു മലയാള സിനിമാ ഗാനം നമുക്കിതിൽ കണ്ടെത്താൻ പറ്റും. അതേതാണെന്നാണ് ചോദ്യം. പടം ജയറാമിന്റെ പടമാണ്. ജയറാമിന്റെ പടമാണ്. ഉറപ്പാണോ? പച്ചക്കറിക്കാരത്വത്തിൽ ഒരു പൊട്ടറ്റ് ചൊല്ലി, മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ ശരിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ 20,000 രൂപയായി. ഇനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 30,000. കുറച്ച് കൂടുതൽ കാശ് കിട്ടിയാൽ താങ്ങാൻ പറ്റുമല്ലോ. താങ്ങോ? പ്രതിഭ പള്ളുരുത്തിക്ക് താങ്ങാൻ പറ്റുമോ? പകുതി താങ്ങാം. കുറെ ശ്രമിക്കാം. ആരോഗ്യം ഉണ്ടല്ലോ. ശ്രമിക്കാം. ചില ആൾക്കാർക്ക് കാശ് കണ്ടു കഴിഞ്ഞാൽ തല ഇറങ്ങും. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ 20,000 രൂപയായി. ഇനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 30,000. ഒരു ചെലവുമില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ദാനം ഏതാണ്? ഒരു ചെലവും ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പറയട്ടെ, വാഗ്ദാനം. അതിനൊരു ചെലവില്ല. കറക്റ്റാ. ഓക്കെ ആണോ? പിന്നെ അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. നിനക്ക് അത് തരാം, ഇത് തരാം, നമ്മുടെ റോഡ് ഇങ്ങനെ ആക്കി തരാം. പിന്നെ നടക്കാതിരിക്കേണ്ടത് പിന്നെ ശരിയാ. വാഗ്ദാനം. ഓക്കെ, 30,000 രൂപയുടെ ചോദ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി 40,000, 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും ഓഡിയിലെ വീരന്മാരാണ്. അതുകൊണ്ട് ഓഡിയോ കേൾപ്പിച്ചു തരാം.
ഇപ്പൊ കേട്ടത് ഏത് മലയാള സിനിമ പാട്ടിന്റെ തുടക്കമാണ്? മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. സംശയമില്ല, ഉത്തരം ശരിയാണ്. ഓക്കെ, മണിമുറ്റത്താവണി പന്തൽ തന്നെയാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം ഏതാണ്? തെറ്റരുത്, തെറ്റിയാൽ 4000 രൂപ കൊണ്ട് പള്ളുരുത്തിക്ക് പോണ്ടി വരും. 4000. പിന്നെ ഹെൽപ്പ് ലൈൻ ഉണ്ട്, നമുക്ക് വേണേ എടുക്കാം തെറ്റിക്കാതിരിക്കാൻ. ഓക്കെ, ഹെൽപ്പ് ലൈൻ അല്ലേ? ഹെൽപ്പ് ലൈൻ നമുക്ക് ഡോക്ടർ എസ് എൽ അയ്യകുമാർ അദ്ദേഹത്തോട് ചോദിക്കാം. അതൊന്നും ചോദിക്കാം അല്ലേ? ഓക്കെ, ഡോക്ടർ എസ് എൽ അയ്യകുമാർ. നമസ്കാരം. നമസ്കാരം ബോസ്. ഞാൻ അങ്ങേ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇവരെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ? അറിയാം. അയ്യോ, പാട്ടും കേട്ടിട്ടുണ്ട്, മിമിക്രി എല്ലാം കേട്ടിട്ടുണ്ട്. പള്ളുരുത്തിക്കാരാ? അറിയാം സാർ. ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന വനം? അയ്യോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സാർ. ഒരു മനുഷ്യന്റെ ജനനത്തിലുള്ള ഒരു അവസ്ഥയാണിത്. അതായത് ഈ മനുഷ്യന്റെ ജനനത്തിലുള്ള ഒരു അവസ്ഥയാണിത്. അതായത് നമ്മൾ ജനിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അവസ്ഥയുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു അവസ്ഥയുണ്ട്, അവസാനത്തെ ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ കാണിക്കാത്ത അലമ്പില്ല, എന്റെ പൊന്നടാവേ, എന്തെല്ലാം ആ പ്രായം കടന്നാണ് ഞങ്ങൾ വന്നത്. ആ ഒരു പ്രായത്തിന്റെ അവസ്ഥയാണ് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ആ ഒരു അവസ്ഥ അത് ശരിയാ. കാര്യം നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് യൗവനം ആണെങ്കിൽ അല്ലേ? അതെ, യൗവനം. അതെ അതെ, യൗവനം. ഡോക്ടർ എസ് എൽ കുമാർ, നിങ്ങൾ MBBS പാസ്സായ ആളാണ്. താങ്ക് യു. വളരെ ചോദ്യം. അപ്പൊ 50,000 നമ്മുടെ അണ്ടാവിലോട്ട് വന്നു. നമുക്കിനി 60,000 രൂപയുടെ ചോദ്യം. 60,000. അരയ്ക്ക് കെട്ടുള്ള ഒരാൾ മിക്കവാറും എല്ലാ ദിവസവും എല്ലാവരുടെയും വീടിന് ചുറ്റും നടക്കാറുണ്ട്. ആരാണ് അയാൾ? ചൂല. അപ്പൊ 60,000 രൂപ ചൂല് കൊണ്ട് കിട്ടി, അടിച്ചു വാരി. ചെമ്മനം ചാക്കോ സാർ അങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. ഉത്തരങ്ങാടിയിൽ ചേർന്ന് ശ്രദ്ധയാർന്നൊരു ചൂല് വാങ്ങുക ഭാഷാധീമൻ എന്നൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സൂപ്പർ സാധനങ്ങൾ അത് എഴുതി. നമുക്ക് 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 70,000. മ്യൂസിക്. ലേഡിയിലേക്ക് നോക്കിയാൽ സ്റ്റില് കാണിച്ചു തരാം. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന മലയാള സിനിമ ഏതാണ്? എന്റെ പീസ് വെച്ച് പിടിച്ചാലോ? എന്റെ പീസ് കണ്ണല്ലേ? കണ്ണുമായി ബന്ധപ്പെട്ട അത് കലക്കി. ഇപ്പുറത്തെ വർണ്ണങ്ങളും അപ്പുറത്തെ കാഴ്ച. അതെ. ഇനി അടുത്ത 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000. ഞാനൊരു ബോക്സാണ്. എനിക്ക് കാലും കൈയുമില്ല, എങ്കിലും ഞാൻ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആരാണ് ഞാൻ? ലിഫ്റ്റ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ചെയ്തു. ലിഫ്റ്റാണ് ഉത്തരം എന്ന് സംശയിച്ചാണ് പള്ളുരുത്തി പറയുന്നത്. ഞാനൊരു ബോക്സ് ആണ്, എനിക്ക് കൈയും കാലും ഇല്ലെങ്കിൽ അത് മുകളിലേക്കും താഴേക്കും വരുമെങ്കിൽ അത് ഒന്ന് ഉറപ്പിച്ച് പറയൂ. ലിഫ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് 80,000 രൂപ കയ്യിലുണ്ട്. ഇനി നമ്മൾ 1,00,000 രൂപയിലേക്ക് പോകുന്നു. 100,000 rupees. ഓക്കെ, റെഡി? കിളി എന്ന പേരിൽ ചിത്രീകരിച്ച മലയാള ചിത്രം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏത് പേരിലാണ് പുറത്തിറങ്ങിയത്? കിളി. കിളി. കിളി പോകരുത്, കിളിയെ പറത്തി വിടരുത്. 1,00,000 രൂപയുടെ ചോദ്യമാണ്. ഇനി ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്? ഉണ്ട്, പിന്നെ PSC രാജു ഉണ്ട്, കുട്ടേട്ടനുണ്ട്, 2 കൂടെ ഉണ്ട്. PSC രാജുവിനോട്. PSC രാജു. ഓക്കെ. ഹായ് PSC, പ്ലീസ് കണക്ട് മീ ടു PSC രാജു. ഹലോ PSC രാജു. ഹലോ സാർ, നമസ്കാരം. 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 ഇവിടെ പോയി ചെന്ന് വഴിമുട്ടി നിൽക്കുക പ്രദീപ് പള്ളുരുത്തി ആൻഡ് സാജൻ പള്ളുരുത്തി. ഓ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. കിളി എന്ന പേരിൽ ചിത്രീകരിച്ച മലയാള ചിത്രം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏത് പേരിലാണ് പുറത്തിറങ്ങിയതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. സാജൻ ചേട്ടന് തീർച്ചയായും ഈ സിനിമയുടെ പേര് അറിയാൻ കഴിയും. ഒരു കാലത്ത് നമ്മുടെ KSRTC ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ബസ് ഈ പേരിലാണ് അറിയപ്പെടുന്നത്. പാസഞ്ചറും കഴിഞ്ഞിട്ട് സൂപ്പർ ഫാസ്റ്റ്. അവിടെ നിൽക്കട്ടെ, സൂപ്പർ ഫാസ്റ്റ്. നമ്മുടെ ദിക്കുകളുണ്ടല്ലോ, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, തെക്ക്, തെക്ക്. ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞേര്. തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ്.
താങ്ക് യു. Thank you very much. താങ്ക് യു PSC രാജു sir. ഓക്കെ, അപ്പൊ നമുക്ക് 1 ലക്ഷം രൂപയായി. ഇനി നമ്മൾ 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2 lakhs. തന്റെ സിനിമയ്ക്കായി ഭരതൻ രജിസ്റ്റർ ചെയ്ത ഏത് പേരാണ് പിന്നീട് സ്വന്തം ചിത്രത്തിനായി പ്രിയദർശൻ നേടിയെടുത്തത്? പൊതുവിജ്ഞാനമാണ് ഇത്. കാര്യം ഇതിനകത്ത് കുസൃതിയൊന്നുമില്ല. ലക്ഷങ്ങളിലേക്ക് കയറിയാൽ പിന്നെ നമുക്ക് കുസൃതി ആവാൻ പറ്റൂ. തെറ്റിയാൽ 10,000 രൂപ കൊണ്ട് വീട്ടിലേക്ക്. പക്ഷെ അതേസമയം ഹെൽപ്പ് ലൈൻ ഉണ്ട്, കുട്ടേട്ടനുണ്ട്. തെറ്റാതെ പോയാൽ നമ്മൾ അടുത്ത 3 ലക്ഷത്തിലേക്ക് കളി നടക്കും. ഓപ്ഷൻ എടുക്കാം അല്ലേ? ഒരു ഹെൽപ്പ് ലൈൻ കൂടി ഉള്ളൂ. ഒരു ഹെൽപ്പ് ലൈൻ. യെസ് ബോസ്. കുട്ടേട്ടൻ 1-2 ക്ലൂ പറയാം. 1986 പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണിത്. ഇതിൽ മോഹൻലാലാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോമൻ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. താളവട്ടം. ഒന്നുകൂടി പറയൂ. താളവട്ടം കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപ കിടച്ചു. അപ്പൊ ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇനി ഹെൽപ്പ് ലൈൻ ഇല്ല. ഈ പോക്ക് കണ്ടിട്ടേ കാര്യം ഇതുവരെയൊക്കെ സൂചിപ്പിച്ചിട്ട് കഠിനമായ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പറയും ഇത് സ്കൂളിലും ഒരു കൊടീശ്വരനാവുന്ന ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അതല്ല, നമ്മുടെ ജനറൽ നോളജ് പൊളിയണ കാണുമ്പോഴേ നമുക്കൊരു സങ്കടം അല്ലേ? ചെറുതാകട്ടെ ചില സാധനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് തെറ്റിപ്പോണം. ഓക്കെ, അപ്പൊ നമ്മൾ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 3 lakhs. ഫ്രഞ്ച് കിസ് എന്ന അമേരിക്കൻ ചിത്രത്തെ ആധാരമാക്കി നിർമ്മിച്ച മലയാള സിനിമ ഏതാണ്? 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 300,000 rupees. പള്ളുരുത്തിയിലും സമീപ പ്രദേശങ്ങളിലും പരക്ക മഴ പെയ്യാൻ സാധ്യത കാണുന്നു. ചോദിക്കാനും ആരുമില്ല അല്ലേ? അല്ലേ? ഈ പുസ്തകം നമ്മൾ വായിച്ചിട്ടില്ല. സാജൻ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകം 3 ലക്ഷം. ഈ പുസ്തകം നമ്മൾ വായിച്ചിട്ടില്ല. അതാണ്. അതായത് തെറ്റിയാൽ 20,000 രൂപ കിട്ടും. അങ്ങനെയുണ്ട്. പിന്മാറിയാൽ 1 ലക്ഷം. പറഞ്ഞു തെറ്റിക്കുന്നതിനേക്കാൾ നല്ലത് പറയാതിരിക്കുന്നതാണ്. ഫ്രഞ്ച് കിസ് എന്ന അമേരിക്ക ഞാൻ പരീക്ഷണത്തിലാണെങ്കിൽ ഞാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം പറയാം. അത്രയൊക്കെ ജനറൽ നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു അല്ലേ സാജൻ? എന്താ തീരുമാനം സാജൻ പള്ളുരുത്തി? പ്രദീപ് പള്ളുരുത്തി. ഞങ്ങള് ആൾക്കാർ പറയാറില്ലേ പിന്നാണ് നല്ലത്, പിന്നെ മേടിക്കാം കുറച്ച്. അതെ. അപ്പോ പള്ളുരുത്തിയിലേക്ക് 2 പിന്മാറുന്നു. അതെ, പള്ളുരുത്തിയിലേക്ക് 2 പേരും പിന്മാറുന്നു. ഓക്കെ, ഇനി പറയൂ സാജൻ പള്ളുരുത്തി, താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു? അത് പറയുന്നതിനേക്കാൾ നല്ലത് കാര്യം കുറെ പേരുകളൊക്കെ ഇങ്ങനെ വന്നു കയറി ഇറങ്ങിപ്പോയി. പക്ഷെ അതൊന്നും ആകാൻ സാധ്യത. ഇനി പൈസയും നഷ്ടപ്പെടത്തില്ല. എന്നാലും അങ്ങയുടെ GK ഇങ്ങനെ അഗാധങ്ങളിൽ നിന്ന് ബുദ്ബുദം പോലെ പൊങ്ങി വരട്ടെ. പറഞ്ഞാലും അത് ഭയങ്കര ഇതാണ്. വെട്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇനി ചെക്കൊക്കെ വാങ്ങിച്ച് മടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു കൂട്ടപ്പാട്ട് പാടി പിരിഞ്ഞാലോ? ആൾക്കാരൊന്ന് ഇരുന്ന് ഉറക്കമൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എഴുന്നേറ്റ് നിന്നു അല്ലേ? അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിലോളം. പൂരം കാണാൻ നീയും ഓടി പെണ്ണേ, അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ഓക്കെ, താങ്ക് യു. പ്രദീപ് ആൻഡ് സാജൻ പ്ലീസ് കം. നമ്മൾ ഈ ചെക്കും ഒക്കെ തന്ന് ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ തന്ന് പണ്ട് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അത് സൂക്ഷിച്ചു വെക്കണേ. അതിന്റെ മുകളിൽ വെച്ചോളൂ ഇത്. ഓക്കെ, അപ്പൊ കാണാം. പ്രദീപ് പള്ളുരുത്തി ഇനി കുറച്ച് പാട്ടിലൂടെ പാടി തകർക്കുക. ഞങ്ങളുടെ ഓണാശംസകൾ എല്ലാവർക്കും. ഹൃദയത്തിന്റെ എല്ലാ ടീമിനും ഞങ്ങളുടെ ഓണാശംസകൾ. പ്രേക്ഷകർക്കോ? പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി കൂടുതൽ നിൽക്കണ്ട, ഇതുവഴി അങ്ങ് പോവാം. ഓക്കെ, താങ്ക് യു. ഈ ഇറങ്ങിപ്പോയ 2 പ്രതിഭകൾ ശരിക്കും പള്ളുരുത്തിയുടെ അഭിമാനമാണ്.
സാജൻ എന്ന് കേട്ടാലുടൻ പള്ളുരുത്തിയാണോ നമ്മൾ സംശയിക്കും. അതുപോലെ തന്നെയാണ് പ്രദീപ് എന്ന് കേട്ടാലും പള്ളുരുത്തി എന്ന പേര് കയറി വരും. അപ്പോൾ പള്ളുരുത്തിക്കാർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ഗുഡ് ബൈ.